السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 263 വരെയാണ് കവർ ചെയ്തത് സൂറത്തുൽ ബഖറയിലെ. ഇന്ന് നമുക്ക് 264 മുതൽ 66 വരെ ഏകദേശം ഒരേ പോലെയുള്ള കോൺസെപ്റ്റ്സ് വരുന്ന ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ്. അപ്പം 264 നോക്കാം. سورة البقرة 264 يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى كالذي ينفق ماله رئاء الناس ولا يؤمن بالله واليوم الآخر فمثله كمثل صفوان عليه تراب فأصابه وابل فتركه صلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين. വിശ്വസിച്ചവരെ ഉപകാരം എടുത്തു പറയലും ദ്രോഹിക്കലും വഴി നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കരുത്. അതെ, മനുഷ്യരെ കാണിക്കുവാനായി തന്റെ ധനം ചെലവഴിക്കുകയും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ പോലെ. എന്നാൽ അവന്റെ ഉദാഹരണം മീതെ കുറച്ച് മണ്ണുള്ളതായ ഒരു മിനുസപ്പാറയുടെ മാതിരിയാകുന്നു. എന്നിട്ട് അതിന് ഒരു കനത്ത മഴ ബാധിച്ചു. അതിനെ ഉറച്ചു മിനുത്ത നിലയിൽ വിട്ടേച്ചു കളഞ്ഞു. അതായത് അവർ ചെയ്തു വെച്ചതിൽ യാതൊന്നും അനുഭവിക്കാൻ അവർക്ക് കഴിയുകയില്ല. അള്ളാഹു അവിശ്വാസികളായ ജനങ്ങളെ സന്മാർഗത്തിലാക്കുകയുമില്ല. വാക്കർത്ഥം വിശ്വസിച്ചവരെ ലാ തുബ്തിലൂ നിങ്ങൾ പാഴാക്കരുത് സ്വദഖാതികും നിങ്ങളുടെ ധർമ്മങ്ങളെ, നിങ്ങളുടെ സ്വദഖകളെ. സ്വാദ് ദാൽ കഫ് ബിൽ മന്നി ഉപകാരം എടുത്തു പറയൽ കൊണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ റൂട്ടുകളാണ് ഇതൊക്കെ. വൽ അദ ഉപദ്രവം ഏൽപ്പിക്കൽ കൊണ്ട്. ഖല്ലദി ഒരുത്തിനെ പോലെ, യുൻഫിഖു അവൻ ചെലവഴിക്കുന്നു, മാലഹു അവന്റെ ധനത്തെ. മാലും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള റൂട്ട് തന്നെയാണ്, അതുകൊണ്ട് അടുത്ത് എഴുതുന്നില്ല എന്നുള്ളൂ. കാണിക്കാനായിട്ട് റൂട്ട് ഹംസ യ. അന്നാസി ആളുകളെ, വലായുമിനു അവർ വിശ്വസിക്കുന്നുമില്ല, ബില്ലാഹി അല്ലാഹുവിൽ, വൽ യൗമിൽ ആഖിരി അന്ത്യദിനത്തിലും. ഓക്കെ. ഫമസലുഹു എന്നാൽ അവന്റെ ഉപമ, കമസൽ ഉപമ പോലെ. ഓക്കെ, അവന്റെ ഉപമ പോലെ ആണ്. സഫ്വാനിൻ ഒരു മിനുസപ്പാറയുടെ. സ്വാദ് ഫ വാവ്. അലൈഹി അതിന്മേൽ, തുറാബുൻ മണ്ണ്, ത റോ ബ. ഫഅസ്വാബഹു എന്നിട്ട് അതിനെ ബാധിച്ചു. സ്വാദ് വാവ് ബ. ഈ ഒരു വാക്ക് ഈ മൂന്നായത്തുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. സ്വാദ് വാവ് ബ റൂട്ടിലുള്ള അസ്വാബഹു യുസീബു എന്ന് പറഞ്ഞിട്ട്. വാബിലുൻ ഒരു ശക്തമായ മഴ, വാവ് ബ ലാം. ഫതറകഹു അപ്പോൾ അത് അതിനെ വിട്ടു, റോ കാഫ്. സ്വൽദ ഒരു മിനുത്ത പാറയായിട്ട്, സ്വാദ് ലാം ദാൽ. ലാ യഖ്ദിറൂന അവർക്ക് കഴിയുകയില്ല, ഖാഫ് ദാൽ റ ഖദർ എന്ന് പറയുന്ന വാക്കിൽ നിന്നുള്ള. അലാ ഷൈഇൻ ഒന്നും തന്നെ, മിമ്മ കസബു അവർ സമ്പാദിച്ചുണ്ടാക്കിയതിൽ നിന്ന്, കാഫ് സീൻ ബ. വല്ലാഹു അല്ലാഹു ലാ യഹ്ദി നേർമാർഗത്തിലാക്കുന്നില്ല, ഹിദായയുടെ സെയിം റൂട്ട് ഹാദാലിയ, അൽ ഖൗം ജനങ്ങളെ, അൽ കാഫിരീൻ സത്യനിഷേധികളായ. കാഫ റ. തഫ്സീർ നോക്കാം. ഇവിടെ ഈ മൂന്നായത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 3 ഉദാഹരണങ്ങൾ കാണിച്ചു തരാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 3 ഉദാഹരണങ്ങൾ കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന സ്വതക്ക അതിനെ ക്യാൻസൽ ആവുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ ബാത്തിലാക്കി കളയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. ഇനി
നമ്മളെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് അനുഭവിക്കാൻ പോണത് എന്താണെന്നുള്ള കാര്യങ്ങള് 3 സിമ്പിളായിട്ടുള്ള നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണങ്ങളിലൂടെ അള്ളാഹു എക്സ്പ്ലെയിൻ ചെയ്യാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിക്മത്തും റഹ്മത്തും ഒക്കെയാണ് ഇത്തരത്തില് പറഞ്ഞ കാര്യം തന്നെ അള്ളാഹു വീണ്ടും 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 പല സാഹചര്യങ്ങളിൽ പല രീതികളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നതിന് പുറമെ ആ ഒരു കാര്യം പറഞ്ഞതിന്റെ കൂടെ തന്നെ അതിന്റെ ഉദാഹരണം അല്ലെ, നമുക്ക് മനുഷ്യന്മാർക്ക് ഭൂമിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ വെച്ചിട്ട് അള്ളാഹു എക്സ്പ്ലെയിൻ ചെയ്യുക. ശരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഉദാഹരണം കേട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ മനസ്സിൽ നിന്ന് മായേയില്ല, ആ പിക്ചർ അവിടെ ഉണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം സുബ്ഹാനല്ലാഹ്, അപ്പൊ നമ്മളും ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുമ്പം അത് മനസ്സിലേക്ക് ഇറങ്ങാൻ ഒരു എളുപ്പം ഉണ്ടാവും, മനസ്സിൽ തങ്ങി നിൽക്കാൻ ഒരു എളുപ്പം ഉണ്ടാവും. ഓക്കെ, അത് ശരിക്കും നമ്മൾ അവരെ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹു നമുക്ക് ഓരോ സാഹചര്യങ്ങളിലും ക്ഷമയോടുകൂടി വീണ്ടും 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 ആ കാര്യം വേറെ വേറെ രീതിയിൽ ഭംഗിയായിട്ട് പറഞ്ഞു തരുകയും നമുക്ക് മനസ്സിലാക്കുന്ന ഉദാഹരണം പറഞ്ഞു തരുകയും ചെയ്യുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മള് കൽപ്പനകൾ അതേപടി പറഞ്ഞിട്ട് അവരനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി അല്ലെ, മാറ്റി നിർത്തി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഖുർആനിൽ 600 പേജ് ഉണ്ടാവാൻ പാടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരു 2-3 പേജിൽ തീർക്കാവുന്ന കൽപ്പനകളെ ഖുർആനിൽ മൊത്തത്തിലുള്ളൂ. പക്ഷെ എത്ര ഭംഗിയായിട്ട്, എത്ര ക്ഷമയോടുകൂടി, എത്ര വർഷങ്ങൾ എടുത്താണ് അല്ലാഹു സുബ്ഹാനഹു തആല അതേ കാര്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമാക്കി പറഞ്ഞ് ഉദാഹരണങ്ങൾ വളരെ സിമ്പിളാക്കി പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്ന് നമ്മൾ തീരെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളും എപ്രകാരമായിരിക്കണം മറ്റുള്ളവർക്ക് ഇതേപോലെ ദഅവ കൊടുക്കേണ്ടത്, എപ്രകാരമായിരിക്കണം ആളുകൾ നമ്മൾ പറയുമ്പോൾ ഉൾക്കൊള്ളുന്നതെന്നും നമ്മൾ മനസ്സിലാക്കുക. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം 10 പ്രാവശ്യമോ പറഞ്ഞാലും ചിലപ്പം അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാകുമായിരുന്നെങ്കിൽ നമുക്കൊന്നും ശരിക്കും ഈ 3ാമത്തെ ജുസിലേക്ക് വരേണ്ട ആവശ്യം പോലും ഉണ്ടാകുന്നില്ല അല്ലെ. 2 ജുസിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ 3ാമത്തെ ജുസിൽ എത്തി നിൽക്കുമ്പോഴും നമ്മളിപ്പോഴും ഓൾമോസ്റ്റ് 0-ലോ 0.1-ലോ ആണ് നിൽക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ നമ്മൾ പറയുമ്പോഴേക്ക് 100-ൽ എത്തണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മൾ എങ്ങനെയാ അവർക്ക് പറഞ്ഞു കൊടുത്തത്? അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്ന അതേ ഭംഗിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, അതേ ക്ഷമയോടുകൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നമ്മളോട് തന്നെ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ആയത്ത് തുടങ്ങാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞു 3 ഉദാഹരണങ്ങളാണ് നമുക്ക് വരുന്നത്. ആദ്യം തന്നെ അള്ളാഹു പറയാണ് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ. നമുക്കറിയാം അല്ലെ, ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ വിശ്വസിച്ചവരാണോ അല്ലെ. അടിത്തറ തന്നെ എന്താണ്? വിശ്വാസമാണ് അല്ലെ. വിശ്വസിച്ചവരാണോ എങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയാൻ പോണത്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് എടുത്തു കാണിക്കുന്ന ആയത്തുകളാണ് യാ അയ്യുഹല്ലദീന ആമനൂ. വിശ്വസിച്ചവരെ, എന്താ അള്ളാഹ് പറയുന്നത്? ലാ തുബ്തിലൂ സ്വദഖാതികും, നിങ്ങളുടെ സ്വതക്കകള്, നിങ്ങൾ കൊടുത്ത ചാരിറ്റികള് നഷ്ടപ്പെടുത്തരുത്, ബാത്തിലാക്കി കളയരുത്. സുബ്ഹാനല്ലാഹ്. തുബ്തിലു ലാം, ബാത്തിൽ എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അത് എന്താണ്? തള്ളിക്കളയരുത്, അല്ലെങ്കിൽ നിഷ്ഫലം, ഫലമില്ലാണ്ടാക്കി കളയരുത്, നള്ളിഫൈ ചെയ്ത് കളയരുത്, ക്യാൻസൽ ചെയ്ത് കളയരുത് എന്നൊക്കെ പറയാം. ഓക്കെ, സ്വദഖാതികും, സ്വതക്കയുടെ പ്ലൂറലാണ് സ്വതക്കാത്ത്. സ്വതക്കാത്തിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വതക്കകൾ. സ്വതക്കയുടെ റൂട്ട് എന്താണ്? സ്വാദ് ദാൽ ഖാഫ്, സിദഖ് അല്ലെ. സിദഖ് എന്താണ്? സത്യസന്ധത അല്ലെ, സത്യം പറയുന്നതിനാണ് സിദഖ്. ആ ഒരു ക്വാളിറ്റിക്കാണ് സിദഖ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ അല്ലെ, ഒരു ചാരിറ്റി ചെയ്യുമ്പം അത് സ്വതക്കയായിട്ട് കണക്കാക്കപ്പെടുക എപ്പോഴാണ്? അത് സത്യസന്ധമായ ഹൃദയത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അത് സ്വതക്കയാവുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. സക്കാത്ത് നമുക്കറിയാം എന്താണ്? പ്യൂരിഫിക്കേഷൻ ആണ് അല്ലെ, നമ്മളുടെ മാലിന്റെ ശുദ്ധീകരണമാണ് സക്കാത്ത്. സക്കാത്ത് എന്നുള്ള വാക്ക് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അല്ലെ, നമ്മള് സക്കിയ എന്നൊക്കെ പറയുന്നത് പോലെ പ്യൂരിഫൈ, ശുദ്ധീകരിക്കലാണ്. എന്നാൽ സക്ക എന്താണ്? സത്യസന്ധമായിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. ഹൃദയത്തില് ആത്മാർത്ഥതയോട് കൊടുക്കുമ്പോഴേ ആ വാക്കിനോട് പോലും നമ്മള് എന്താണ്? കൂറ് പാലിക്കുന്നുള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം വിശ്വസിച്ചവരെ, നിങ്ങളുടെ ചാരിറ്റീസ്, നിങ്ങളുടെ സദഖകൾ നിങ്ങൾ ക്യാൻസൽ ഔട്ട് ചെയ്യല്ലേ, നിങ്ങൾ അതിനെ ബാത്തിലാക്കി കളയല്ലേ. എങ്ങനെ ബാത്തിലാക്കരുത് എന്നാ പറയുന്നത്? ബിൽ മന്നി വൽ അദാ,
കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ബിൽമന്നി എന്താണ് മന്നും അതേം, അവരെ ഉപകാരം എടുത്തെടുത്ത് പറയലും അതേപോലെ അവരെ വേദനിപ്പിക്കണം അല്ലെ. നിങ്ങൾ അത് ചെയ്തിട്ട് നിങ്ങളുടെ സ്വതക്കുകൾ നിങ്ങൾ ക്യാൻസൽ ആക്കി കളയല്ലേ. കല്ലതി, യാതൊരുവനെ പോലെ, യുംഫിഖു, അവൻ എന്താണ് ചെലവഴിക്കുന്നുണ്ട്, മാലഹു, അവന്റെ സ്വത്ത്. എങ്ങനെ, എന്തിനു വേണ്ടിയിട്ട്, അല്ലെ, മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്. അപ്പം സ്വതക്ക ചെയ്തിട്ട് നിങ്ങൾ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യല്ലേ. എങ്ങനെ, അതിനെ മന്നും അതായും ചെയ്തിട്ട്, മന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾക്ക് ചെയ്ത ഉപകാരം എടുത്തു പറയാ, അതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ വേദനിപ്പിക്കുക, വിഷമിപ്പിക്കുക അല്ലെ. അപ്പം അങ്ങനെ ചെയ്യുന്നവർ ശരിക്കും എന്താ ചെയ്യുന്നത്, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ സ്വതക്കുകൾ നള്ളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത്. 1 മന്ന്, 2 അതാ, 3 എന്താണ്, റിആ അന്നാസ്, ആളുകളെ കാണിക്കുക. റിആ എന്ന് പറയുന്ന വാക്കിന്റെ റൂട്ട് റ ഹംസയ്യ, റുയ, റഅ അല്ലെ. റഅ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടു. റിആ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക ആളുകൾ കാണാൻ വേണ്ടി. ആൾക്കാർ കാണുന്ന ഒരു സാഹചര്യത്തിൽ ആൾക്കാർ കാണുന്ന എന്നുള്ള ഒരു കാണണം എന്നുള്ള ഒരു നീയത്തോട് കൂടി, അതായിരിക്കും നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു സ്റ്റേറ്റ്. ഒരു കാര്യം ചെയ്യുമ്പോൾ നീയത്ത് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോൾ നമ്മളും സ്വതക്കയാ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ എന്താ, 4 ആള് കാണട്ടെ, അല്ലെങ്കിൽ അവര് കാണട്ടെ, അല്ലെങ്കിൽ അവരറിയട്ടെ എന്നുള്ളത് ആയിരിക്കും. ആണോ? അപ്പം നമ്മളത് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് ആൾക്കാരായിരിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ല. ഓക്കെ, അത് ചെയ്ത് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് നമ്മൾ കൊടുക്കുമ്പോൾ കാണുന്ന മറ്റാൾക്കാര്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിനെന്താ പറയാ, ഷോ ഓഫ് ചെയ്യുക, ആൾക്കാരെ കാണിക്കും. പ്രതിഫലം ശരിക്കും അവിടെ ആരിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത്, ആൾക്കാരിൽ നിന്നാണ് അല്ലെ. റിആ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഷോ ഓഫ് ആണെന്ന് പറഞ്ഞു, ആൾക്കാരെ കാണിക്കലാന്ന് പറഞ്ഞു. അത് നമ്മുടെ സ്വതക്കുകളെ എന്താക്കി കളയും, ബാറ്റിലാക്കി കളയും. ആരാണ് ഇപ്രകാരം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്വതക്ക ചെയ്യുന്ന ആൾക്കാര്? നാച്ചുറലി മുനാഫിക്കുകൾ അല്ലെ, ഹിപ്പോക്രൈറ്റ്സ്, അല്ലെങ്കിൽ കപട വിശ്വാസികൾ. അവര് എന്തെങ്കിലും ചെലവഴിക്കുമ്പോൾ അതൊരു സക്കാത്ത് ആണെങ്കിൽ പോലും സ്വതക്കയാണെങ്കിൽ പോലും അത് അള്ളാഹിന്റെ അടുത്തുനിന്നും പ്രതിഫലത്തിന് വേണ്ടിയിട്ടല്ല, 4 ആളുടെ അടുത്തുനിന്നും അല്ലെങ്കിൽ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു നീയത്തോടു കൂടിയാണ് ചെയ്യൽ. ആൾക്കാര് എന്നില് ഓക്കെ ആയിരിക്കണം, ആൾക്കാർക്ക് എന്നെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, അവര് എന്നെ കുറിച്ച് മോശം വിചാരിക്കൂലേ, അല്ലെങ്കിൽ അവർക്ക് തൃപ്തി ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നാളെ അവരുടെ അടുത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടേണ്ടതല്ലേ, അല്ലെങ്കിൽ അവര് എനിക്ക് ഇത് തന്നതല്ലേ, അപ്പൊ പകരം അവർക്ക് കൊടുക്കണ്ടേ എന്നുള്ള ഒരു നീയത്തോടു കൂടി, അല്ലെങ്കിൽ അവരെന്നെ പ്രശംസിക്കട്ടെ, അവരെന്നെ ജനറസ് ആണ്, ഭയങ്കര നമുക്കൊരു ഭയങ്കര കൊടുക്കുന്ന ആളാണെന്ന് പറയാൻ വേണ്ടി ഒക്കെ ആയിരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് എന്ത് പറയുന്നത്, അന്നാസ് അല്ലെ, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ആൾക്കാരുടെ കാഴ്ചയെ കുറിച്ച് അവൻ വറീഡ് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അവന് പൈസ കൊടുക്കുമ്പം അവന്റെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടുമ്പം അവന് വലിയൊരു സന്തോഷമൊന്നും ഉണ്ടാവില്ല അല്ലെ, ചെറിയൊരു വെറുപ്പോട് കൂടി, അല്ലെ അതോ നഷ്ടപ്പെട്ടല്ലോ, അത് ഞാൻ കൊടുത്ത് അല്ലെ, ആ പൈസ പോയി, അല്ലെങ്കിൽ കണ്ടോ അത് കൊടുത്തിട്ട് ഒരു ഇങ്ങനെയാ ചെയ്തത്, ആ പൈസ എനിക്ക് നഷ്ടത്തിലായി പോയി എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കൊടുത്തിട്ട് അതുകൊണ്ട് എനിക്ക് ഒരു ഗുണം ഉണ്ടായി, അവന് എനിക്ക് മറ്റേത് തിരിച്ചു തന്നു, അങ്ങനെയൊക്കെ ആ ഒരു പൈസനെ ഒരു എന്താ പറയാ ലാഭവും നഷ്ടവും വെച്ചിട്ടൊക്കെ അളക്കുക, അല്ലെങ്കിൽ കൊടുത്തതിനെ വെറുപ്പോട് കൂടി കാണുകയൊക്കെ ചെയ്യുക ആരാണ്, മുനാഫിക്കായിട്ടുള്ള ഹൃദയങ്ങൾ അല്ലെ. ചാരിറ്റി ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വതക്ക ചെയ്യുന്നത് എന്താണ്, നല്ല നീയത്തോടു കൂടി, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന നീയത്തോടു കൂടി ചെയ്യാത്ത ആൾക്കാർ. സൂറത്ത് തൗബയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 54-ാം ആയത്തിൽ പറയുന്നുണ്ട്, വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, അവർ വെറുപ്പോടെ അല്ലാതെ ധനം ചെലവഴിക്കുന്നില്ല. അതേപോലെ സൂറത്ത് നിസാഇല് 38-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വല്ലദീന യുൻഫിഖൂന അംവാലഹും
ജനങ്ങളെ കാണിക്കുവാനായി തങ്ങളുടെ സ്വത്തുകൾ ചെലവഴിക്കുന്നവരും. ഇതൊക്കെ ഈ കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇപ്പം മുനാഫിക്കുകൾ അവര് നമസ്കരിക്കുമ്പോൾ അല്ലെ, അവരെന്തിനാ നമസ്കരിക്കുക? ആൾക്കാര് കാണുന്നുണ്ട് ഞാൻ നമസ്കരിക്കുന്നത് അല്ലെ, അവര് കണ്ട് ഞാൻ ഭയങ്കര നിസ്കാരക്കാരനാണെന്ന് വിചാരിക്കട്ടെ, അല്ലെങ്കിൽ അവരെന്നെ പ്രശംസിക്കട്ടെ. അതേപോലെ തന്നെ അവൻ സ്പെൻഡ് ചെയ്യുമ്പോഴും എന്താണ്, ഞാൻ നല്ലതാണെന്ന് മറ്റുള്ളവർ വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. ചില സമയത്ത് നമ്മളെ അടുത്ത് പൈസ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാം. അതുകൊണ്ട് അവര് നമ്മളെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, ഞാൻ കൊടുത്തില്ലെങ്കിൽ അവൻ എന്താ വിചാരിക്കുക, അതുകൊണ്ട് കൊടുക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പം അവിടെയൊക്കെ നിയ്യത്ത് എന്താണ്? അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ് വലാ യുഅ്മിനു. ഈ ഒരു വ്യക്തി, ഈ പറഞ്ഞ വ്യക്തി ശരിക്കും യഥാർത്ഥത്തില് അവൻ വിശ്വസിക്കുന്നില്ല. എന്തില്? ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും. കാരണം ഒരാള് ശരിക്കും യഥാർത്ഥമായ വിശ്വസിക്കേണ്ട രീതിയിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും പ്രതിഫലം മനുഷ്യന്മാരിൽ നിന്നല്ല ആഗ്രഹിക്കുക അല്ലെ, അള്ളാഹുവിൽ നിന്നാണ് ആഗ്രഹിക്കുക. കാരണം അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിൽ അള്ളാഹു പ്രതിഫലം തരുമല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവൻ ഒരിക്കലും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യൂല. അപ്പം എവിടെയെങ്കിലും ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളും ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു സംഭവം അല്ലെ, ആ ഒരു യഖീൻ വന്നെത്തിയിട്ടില്ല. അള്ളാഹുലും അന്ത്യദിനത്തിലുമുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ ബേസ് തന്നെ ഇളകി കിടക്കുകയാണെന്ന് മനസ്സിലാക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം സ്വതക്കയുടെ കാര്യം വരുമ്പം സ്വതക്ക ശരിക്കും നമുക്ക് പബ്ലിക്കായിട്ടും സീക്രട്ട് ആയിട്ടും കൊടുക്കാം. ഓക്കെ, പബ്ലിക്കായിട്ട് സ്വതക്ക ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പിന്നീട് പഠിക്കാം ഇൻഷാ അല്ലാഹ്. പക്ഷെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക് ആയിട്ടാണെങ്കിലും സീക്രട്ട് ആയിട്ടാണെങ്കിലും കൊടുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു കോഴ്സ് വന്നു, കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നിന്നും പൈസ ചോദിക്കുകയാണ്. ഓക്കെ, ഞാൻ വിചാരിക്കാം ഒരു 100 രൂപ കൊടുക്കാനാണ് ഞാൻ നീയത്ത് വെച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ 100 കൊടുത്തു കഴിഞ്ഞാല് ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും? ഇതാ ഞാൻ കൊടുക്കലെന്ന് വിചാരിക്കൂല അല്ലെ, മോശല്ലേ, എന്നാ പിന്നെ 500 കൊടുത്തേക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഞാൻ എപ്പോഴും അങ്ങനെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിച്ചാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കൊടുക്കുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ചിന്തകളോട് കൂടിയാണ് നമ്മൾ അല്ലെ, ആളെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അത് കുറച്ച് കൊടുത്തു പോയി കഴിഞ്ഞാൽ എന്റെ പേരിങ്ങനെ ആയി പോവല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ നിയ്യത്ത് കറക്റ്റ് ആണ് അല്ലെ, നിയ്യത്ത് തെറ്റാണ്, സദക്ക എന്താണ്? ക്യാൻസൽ ആണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ പബ്ലിക് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഇത് റബ്ബിന് വേണ്ടിയിട്ട് അല്ലെ, ആരെന്ത് കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ കൊടുക്കുന്നത് കൊടുത്തോണ്ടിരിക്കും. അത് എത്ര ആണെങ്കിലും, എത്ര കുറച്ചാണെങ്കിലും, എത്ര അധികമാണെങ്കിലും, ആൾക്കാരെന്ത് വിചാരിക്കുന്നു എന്നുള്ളത്, അതായത് അതൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് കേട്ടോ. അത് ഒരുപക്ഷെ പുറത്തൊരാൾക്ക് മനസ്സിലാവുക പോലും ഇല്ല. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഈ കാര്യത്തില് വരുന്ന വേറൊന്നാണ് വസ്വസ് അല്ലെ. അപ്പൊ ഇബ്ലീസ് പറയും നീ റിയാ ആയിട്ടാണ് കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമുക്ക് തന്നെ നമ്മുടെ ഹൃദയത്തിനോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് അത് റിയാ ആണോ അല്ലേ എന്നുള്ളത്. ഇനി അങ്ങനെ ഇബ്ലീസ് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അത് ചെയ്യാം. ഇബ്ലീസ് അത് നമ്മൾ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തോന്നിപ്പിക്കുന്നത്. എന്തായാലും നമ്മളത് ആ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഇബ്ലീസിന്റെ ആ വീക്ക് ആയിട്ടുള്ള പ്ലോട്ട് അവിടെ തന്നെ അത് ക്യാൻസൽ ആയിട്ട് പോകും. സുബ്ഹാനല്ലാഹ്. അപ്പം അത്തരത്തില് ഏത് സാഹചര്യത്തിലും അള്ളാഹിന്റെ പ്രതിഫലം വിചാരിച്ചിട്ട് കൊടുക്കുമ്പോൾ എന്താണ്, അവരുടെ പ്രതിഫലം അവിടെ അള്ളാഹിന്റെ അടുത്ത് ഉറപ്പാണ്, അത് ക്യാൻസൽ ആയി പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നോ അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് കൊടുക്കുന്നോ പബ്ലിക് ആയിട്ട് കൊടുക്കുന്നോ എന്നുള്ളതല്ല, പകരം നമ്മുടെ ഹൃദയത്തിലെ നിയ്യത്തിനാണ് ഇമ്പോർട്ടൻസ്. ഫെയിമിന് വേണ്ടിയിട്ട്, പ്രശസ്തിക്ക് വേണ്ടിയിട്ടും ഷോ ഓഫിന് വേണ്ടിയിട്ടും കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ യഥാർത്ഥത്തിൽ അവരെന്താണ്? വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. അതില്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അടിത്തറയില്ലാത്ത ആൾക്കാരാണ് അല്ലെ. ഈ ദീനിന്റെ തുടക്കം തന്നെ എവിടെയാണ്? ഈ പറഞ്ഞ വിശ്വാസത്തിലാണ്. അതില്ലാണ്ട് അതിന്റെ മേലെ എന്ത് കെട്ടിപ്പടുത്തിട്ടും യാതൊരു കാര്യവുമില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ശരിക്കും എത്രത്തോളം ഗുരുതരമാണ് ആ ഒരു സാഹചര്യം എന്നുള്ളത് നമ്മൾ ഓർത്തു നോക്കുക. അത് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എത്രത്തോളം ഗുരുതരമാണെന്നുള്ളത് നമ്മൾ ശരിക്കും ചിന്തിക്കാം. അപ്പം ഇത് അള്ളാഹു നമ്മള് സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞ, അല്ലെങ്കിൽ 8ാമത്തെ ആയത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലേ, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ആളുകളിൽ ചിലരുണ്ട് അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല അല്ലെ, അവർ അള്ളാഹുലും
അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെയല്ല. സുബ്ഹാനല്ലാഹ്. അവർ പറയുന്നുണ്ട് ഞങ്ങൾ വിശ്വസിച്ചവരാണെന്ന്, പക്ഷെ അവർ വിശ്വസിച്ചവരെയല്ല, അവർ വിശ്വാസികളേ അല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരാൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രതിഫലം ആഗ്രഹിക്കുക അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്, അല്ലെ? അപ്പം അത്തരത്തിലുള്ള ഒരാളെ കുറിച്ച് അള്ളാഹ് പറയാണ് ഫമസലുഹു, അപ്പോൾ അവന്റെ ഉദാഹരണം കമസലി സഫ്വാനിൻ, ഒരു സഫ്വാൻ പോലെയാണ്. സഫ്വാൻ സ്വാദ് ഫ വാവ്. സഫ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കല്ല് അല്ലെങ്കിൽ ഒരു പാറ, വളരെ വലുതാണ്. ഓക്കെ, പ്ലസ് വളരെ മിനുസമുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാറ. വലുതാന്ന് പറയാൻ കാരണം അത് ഇത്ര ദൂരത്തൊന്നും കാണാൻ പറ്റുന്നതായിരിക്കും. ബിക്കോസ് സഫ എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്ലാരിറ്റി അല്ലെങ്കിൽ പ്യൂരിറ്റി, ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എത്ര ദൂരത്തൊന്നും കാണാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു പാറ, പ്ലസ് അത് നല്ല മിനുസമുള്ള പാറയാണ്. ഓക്കെ, ആൻഡ് ആ സഫാന്റെ എന്താ പറയുന്നത്, അലൈഹി തുറാബുൻ, അതിന്റെ മേലെ എന്തുണ്ട്, തുറാബ് ഉണ്ട്, എന്താണ്, മണ്ണ് അല്ലെങ്കിൽ ഡസ്റ്റ്, വളരെ ഫൈൻ ആയിട്ടുള്ള നേരിയ കുറച്ച് മണലിന്റെ ഒരു ലെയർ അതിന്റെ മേലെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ദൂരത്തുനിന്നും പോലും കാണാൻ പറ്റുന്ന വളരെ വലിയ മിനുസമുള്ള ഒരു പാറ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ മേലെ ഒരു ലെയർ മണ്ണ്, ഇപ്പൊ നമ്മൾ ഒരു പാത്രത്തിൽ എന്തെങ്കിലും കൊണ്ടിട്ട് ഒരു മണ്ണ് അതിന്റെ മേലെ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇനി ഈ മണ്ണിനകത്ത് നമ്മൾ ഒരു ധാന്യമണി, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ധാന്യമണി എല്ലാവരും തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ആ ധാന്യമണി ഈ മണ്ണിൽ നമ്മൾ നടുകയാണ്. അത് ഒരു പ്ലാന്റ് ആയിട്ട്, ഒരു ചെടിയായിട്ട്, കതിരായിട്ടൊക്കെ വളരൂല അല്ലെ? ബിക്കോസ് അതിന് വേറെ ഇറങ്ങാൻ പറ്റില്ല. ഇത് പാറയുടെ മേലെയുള്ള മണ്ണാണ്. ഒരു വളരെ ചെറിയൊരു ലെയറേ അവിടെ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. പക്ഷെ മേലെ ചിലപ്പോൾ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല മണ്ണാണല്ലോ ഇത് എന്നൊക്കെ തോന്നിയേക്കാം. മണ്ണ് നല്ലതാണ്, വിത്തിറങ്ങുന്ന അല്ലെങ്കിൽ ചെടി മുളയ്ക്കുന്ന മണ്ണാണ് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ശരിക്കും എന്താണ്, അത് ഒരു പാറയുടെ മേലെയാണ് അല്ലെ? അതായത് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും വളരാനുള്ള സാഹചര്യം അവിടെ ഇല്ല. അപ്പം ഈ ഒരു മണ്ണ്, ഈ ഒരു പാറയുടെ മേലെ, സഫാന്റെ മേലുള്ള ഈ ഒരു ലെയർ ഓഫ് മണ്ണ്, അതിനെന്താ സംഭവിക്കുക, ഫഅസ്വാബഹു, അതിലേക്ക് എത്തിച്ചേർന്നാൽ അല്ലെങ്കിൽ അതിനെ ബാധിച്ചാൽ, വാബിലുൻ. എന്താണ് വാബിൽ? വാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശക്തമായ മഴ. വാവ് ബ ലാം. വബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുതിര ഭയങ്കര എന്താ പറയുക, ശക്തമായിട്ട് ഇങ്ങനെ സ്പീഡിൽ ഓടുന്നതിനാണ് വബിൽ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ അതിശക്തമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡിൽ ഓടുന്നതിനാണ് വബിൽ എന്ന് പറയുന്നത്. വാബിൽ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ, വലിയ റെയിൻ ഡ്രോപ്സ്, വലിയ മഴത്തുള്ളികളുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള മഴയ്ക്കാണ് വാബിൽ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഹെവി റെയിൻ വന്നു കഴിഞ്ഞാല്, ഓക്കെ, ഇപ്പം മഴ എന്ന് പറയുന്നത് ചിലപ്പം ചാറ്റൽ മഴയാവാം അല്ലെ, ഒരു ഡ്രിസിൽ ആവാം, ഒരു വെറുതെ ഇങ്ങനെ ചാറി പോകുന്നതാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ ഹെവി ആയിട്ടുള്ള മഴയാവാം. അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വാബിൽ എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള മഴ. അസ്വാബഹു വാബിൽ. അപ്പം ഈ പറഞ്ഞ പാറയുടെ മേലെയുള്ള മണ്ണിന്റെ മേലെ ഇതുപോലെ ശക്തമായിട്ടുള്ള ഒരു മഴ പതിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഫതറഖഹു സ്വൽദ, അല്ലെ? അത് ഉപേക്ഷിച്ചു പോവും. എന്ത്? സ്വൽദ ആക്കിയിട്ട്, അതായത് ഈ മണ്ണ് അങ്ങോട്ട് ഒലിച്ചു പോകും അല്ലെ? ഇത്രയും ശക്തമായ മഴ, ഈ പാറയുടെ മേലെ ജസ്റ്റ് ഒരു ലെയർ ഓഫ് മണ്ണാണ്, അത് നല്ല കുത്തി ഒലിക്കുന്ന ഒരു മഴ വന്നു കഴിഞ്ഞാൽ ആ മണ്ണ് അങ്ങോട്ട് ഫുൾ ഒലിച്ച് തെറിച്ചു പോകും. എന്നിട്ട് എന്താവും ബാക്കി? സ്വൽദ, ബാരനായിട്ട്, അതായത് ഒന്നും ഉണ്ടാവാതെ ഡ്രൈ ആയിട്ടില്ല ആ പാറ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ആ സഫാൻ അതിങ്ങനെ ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. സ്വൽദ എന്ന് പറഞ്ഞാൽ സ്വാദ് ലാം ദാൽ. സ്വൽദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരിശായിട്ടുള്ള ബേർ, അതായത് ജീവൻ ഉടലെടുക്കാത്ത രീതിയിൽ ഒരു ഗുണമില്ലാത്ത, അതായത് അതിന്റെ മുകളിൽ ഒന്നും വളരാത്ത തരത്തിലുള്ള ഒരു ഇതിനാണ്, ഭൂമിക്കാണ് സ്വൽദ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വലദ സായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ഭിക്ഷക്കാരനെ വെറും കൈയോടുകൂടി തിരിച്ചയച്ചു. അതായത് ഇവനിൽ നിന്ന് ഒന്നും വന്നില്ല, ഒരു സ്നേഹം, ഒരു കാരുണ്യം ഒന്നും വന്നില്ല, ഒരു സ്വതക്ക ഒന്നും വന്നില്ല, അവൻ ആ ഭിക്ഷക്കാരനെ വെറും കൈയോടുകൂടി തിരിച്ചയച്ചു എന്നുള്ളതാണ് സ്വലദ സായിൽ എന്ന് പറയുന്നത്. അതായത് ചോദിച്ചു വരുന്നവന് അവൻ വെറും കൈയോടെ അയച്ചു എന്നുള്ള അർത്ഥമാണ് സ്വലദ്. അപ്പൊ സ്വലദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബാരൻ ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പം ഫതറഖഹു സ്വൽദൻ, ഈ പറഞ്ഞ വലിയ മിനുസമുള്ള പാറ, അതിന്റെ മേലെ ഒരു ലെയർ ഓഫ് മണ്ണ് ഉണ്ടായിരുന്നു. അവിടേക്ക് ഇവിടെ ശക്തമായ കുത്തിയൊലിച്ച മഴ വന്നു കഴിഞ്ഞപ്പം ആ മണ്ണ് അങ്ങോട്ട് ഒലിച്ചു പോയി. ആ പാറ വീണ്ടും എന്തായി? ബാരനായിട്ട് അവിടെ മാറി നിൽക്കുകയാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം
ചെലവഴിക്കുന്നവന്റെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെലവഴിച്ചതിന് ശേഷം എടുത്തു പറഞ്ഞും അവരെ കുത്തി നോവിച്ചും ഒക്കെ ചെയ്ത് രീതിയിൽ ചെലവഴിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് ഇവിടെ അല്ലെ. പുറമേ കാണുമ്പോൾ ഒരു ലെയർ ഓഫ് മണ്ണൊക്കെ ഉണ്ടല്ലോ അല്ലെ, അവിടെ വേണമെങ്കിൽ വിത്തിട്ടാ വളരുമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അതെന്താണ്? പാറയാണ് അല്ലെ, അവിടേക്കൊന്നും ഇറങ്ങൂല. സുബ്ഹാനല്ലാഹ്. ഈവൻ നമ്മൾ അതിന്റെ മേലെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഇത്തരത്തിലുള്ള ആളുകൾ ഈവൻ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാലും ആ സ്വതക്കയൊന്നും നമ്മളെ മുമ്പേ പറഞ്ഞ ധാന്യമണി വളരുന്നത് പോലെ അത് വളരൂല. കാലാവസ്ഥ മാറും, മഴ വരും, സുബ്ഹാനല്ലാഹ്, മണ്ണങ്ങട് ഒലിച്ചു പോകും. അതായത് ഇവൻ വളരെ കുറച്ച് എന്തെങ്കിലും വിത്ത് പാകി അവിടെ വെച്ചിട്ടുണ്ടാവും. അത് കാലാവസ്ഥ മാറുമ്പോ അല്ലെ, സുബ്ഹാനല്ലാഹ്, സാഹചര്യങ്ങൾ മാറുമ്പോ എന്താവും? ആളുകൾ ഇപ്പം ആൾക്കാർക്ക് ഒന്നെങ്കിൽ അപ്രിസിയേഷന് വേണ്ടിയിട്ട് ആളുകൾ നല്ലത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അല്ലെ. അപ്പം ആളുകളിൽ നിന്ന് ആ നല്ലത് പറയൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊടുത്തത് എന്തെങ്കിലും ആൾക്കാരിൽ നിന്ന് ഞാൻ കൊടുത്തതാണ് അതുകൊണ്ട് അവരെനിക്ക് തിരിച്ച് ഇന്ന ഗുണം ഉണ്ടാക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ആ ഗുണം ഉണ്ടായില്ല എന്ന് വെച്ചാൽ അല്ലെ, അതായത് ആ സീസൺ അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് അത് നമ്മൾ കൊടുത്തത് സ്വീകരിച്ച ആളെ സ്വഭാവം മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ദേഷ്യം വരും. ഞാൻ ഇത്രയും കൊടുത്തിട്ട് ഞാനൊന്ന് വിളിച്ചിട്ട് വന്നില്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ല അല്ലെ, ഞാൻ വിചാരിക്കുന്ന പോലെ അവൻ ജീവിക്കുന്നില്ല, അവന് തോന്നിയ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിനക്ക് അത് ചെയ്തതല്ലേ, ഞാൻ നിനക്ക് ഇത് ചെയ്തതല്ലേ അല്ലെ. കാലാവസ്ഥ മാറും, മഴ കുത്തിയൊലിക്കുമ്പോൾ നമ്മളുടെ ആ വിത്ത് അങ്ങോട്ട് പാകിയത് മണ്ണിന്റെ കൂടെ അങ്ങോട്ട് ഒലിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ കൊടുത്ത സ്വതക്ക വേസ്റ്റ് ആയി പോകും അല്ലെ. സുബ്ഹാനല്ലാഹ്, വേസ്റ്റ് ആയി പോവാണ്. നമ്മൾ ചെയ്ത കാരുണ്യം ഇല്ലാണ്ടായി പോവാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ പലപ്പോഴും സ്വതക്കയുടെ കാര്യത്തിലാണെങ്കിലും ഈവൻ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഹെൽപ്പിന്റെ കാര്യത്തിലാണെങ്കിലും പലപ്പോഴും ഇതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഡ്രസ്സ് അലക്കുന്നു, തേക്കുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മക്കളോ ഇണകളൊക്കെ വന്ന് അവരെന്തെങ്കിലും അതാകെ കൂടെ അലമ്പാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട് വൃത്തികേടാക്കി കഴിഞ്ഞാൽ നമ്മളാകെ പൊട്ടിത്തെറിയായില്ലേ. മണിക്കൂറുകൾ എടുത്ത് വൃത്തിയാക്കിയതാണ്, നമ്മളിന്റെ സമയം വേസ്റ്റ് ആക്കുകയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അങ്ങനെ അതായത് ഈ കാലാവസ്ഥ മാറുകയാണ്, മഴ വരികയാണ്, നമ്മൾ ആ പാകിയ വിത്ത് നമ്മൾ തന്നെ ഒലിപ്പിച്ച് കളയാണ്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, ഞങ്ങൾ ഇവിടുത്തെ പണിക്കാർത്തിയാണോ? അങ്ങനെ അങ്ങനെ നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും അവനവന്റെ സാഹചര്യത്തിൽ വായിൽ എന്തൊക്കെ വരുന്നോ അതൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു തീർക്കും. നമ്മളുടെ ആ കാരുണ്യം മൊത്തം, നമ്മൾ ആ പാകിയ വിത്ത് മൊത്തം നമ്മൾ അങ്ങോട്ട് കളയാണ്. സുബ്ഹാനല്ലാഹ്, ഫ്ലഷ് ചെയ്ത് കളയാണ് അല്ലെ. ഫതറക്കഹു സ്വൽദ, എന്നിട്ട് നമ്മളത് സ്വൽദാക്കി മാറ്റും. ഒന്നും വളരാത്ത ഒരു തരിശായ പാറയാക്കിയിട്ട് നമ്മൾ മാറ്റും. അള്ളാഹു പറയണ ലാ യഖ്ദിറൂന അലാ ഷൈഇൻ മിമ്മാ കസബൂ, അവർക്ക് ഒരു കഴിവുമില്ല, ഒരു പവറും ഇല്ല, അലാ ഷൈഇൻ, അതിന്റെ മേലെ, അതായത് മിമ്മാ കസബൂ, അവര് സമ്പാദിച്ചതിന്റെ മേലെ. സുബ്ഹാനല്ലാഹ്. യഖ്ദിറൂൻ ഖുദ്റ അഫ്ദൽ അതായത് പവർ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അൽ ഖാദിർ എന്നുള്ള ആ ഒരു സിഫാത്ത് നമുക്ക് അറിയാം. അപ്പം പവർ ഉണ്ടായിരിക്കും, എന്തിന്റെയും മേലെ നമ്മുടെ കൺട്രോൾ ഉണ്ടായിരിക്കും അല്ലെ, അതാണ്. അപ്പം അവര് സമ്പാദിച്ച മിമ്മ കെസബു, കാഫ്സീന്റെ കെസബ് എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, അവരാ സമ്പാദിച്ച ഒന്നിന്റെ മേലെ അവർക്ക് യാതൊരു പവറും ഇല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ കൊടുത്ത സദഖയുടെ മേലെ, നമ്മൾ ചെയ്ത ആ സൽക്കർമ്മങ്ങളുടെ മേലെ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ നേടിയ ഒന്നും നമ്മളെ കയ്യിലില്ല. കാരണം നമ്മൾ ആ ഒരു കുറച്ച് മണ്ണാണ്, ഒരു ലെയർ ഓഫ് മണ്ണാണ് അവിടെ നമ്മൾ ആ പാറയുടെ മേലെ, സഫാന്റെ മേലെ ഉണ്ടായിരുന്നത് അല്ലെ. അത് കാലാവസ്ഥ മാറി, നമുക്ക് ദേഷ്യം വന്നു, നമ്മൾ ആർക്കാണോ ഉപകാരം ചെയ്തത് അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ സദക്ക കൊടുത്തത് അവരോട് നമുക്ക് ദേഷ്യം വന്നപ്പം ആ ഒരു കുത്തിയൊലിപ്പില് നമ്മൾ അങ്ങോട്ട് അത് ഒലിപ്പിച്ച് കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. തിരിച്ചാ മണ്ണ് നമുക്ക് കിട്ടുമോ? കിട്ടൂല. ആ ഡാമേജ് നമുക്ക് തിരിച്ചുണ്ടാക്കാൻ പറ്റുമോ? അതായത് അവരിൽ നമ്മളെ മഞ്ഞ കൊണ്ട് അല്ലെ, നമ്മൾ ചെയ്ത ഉപകാരം എടുത്തു പറയൽ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരിൽ ഉണ്ടാക്കിയ വേദന കൊണ്ട് ഉണ്ടാക്കിയ ഡാമേജിനെ നമുക്ക് തിരുത്താൻ പറ്റും? ഒരിക്കലും തിരുത്താൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്ക്, നമുക്കൊക്കെ ചെയ്തത് എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ? എന്തെങ്കിലും? നമ്മൾ ഇതുപോലെ പറഞ്ഞു ചെയ്തു കഴിഞ്ഞിട്ട് വേദനിപ്പിക്കാത്ത, കൊടുത്തു കഴിഞ്ഞിട്ട് വേദനിപ്പിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ അപൂർവമായിരിക്കും അല്ലെ. ചിലപ്പോൾ ചെയ്ത ഉടനെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും, പിന്നെ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പം നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടില്ല, ഞാൻ എന്തായാലും ഇത്രയൊക്കെ കൊടുത്തിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആണ്, നമ്മൾ അവരെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അത് പെർമനന്റ് ആണ്. സുബ്ഹാനല്ലാഹ്. അതിനെ മേക്കപ്പ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹ് പറയണ ലാ യഖ്ദിറൂന അലാ ഷൈഇൻ മിമ്മാ കസബു, അവർക്ക് യാതൊരു പവറും കൺട്രോളും ഇല്ല അവര് സമ്പാദിച്ചതിൽ.
നമ്മൾ എന്തിനു കൊള്ളാം അല്ലെ? നമ്മൾ ഉണ്ടാക്കിയ സൽക്കർമ്മങ്ങള്, നമ്മൾ കൊടുത്ത സദഖകള്, അതിന്റെ മേലെ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. ഇതുപോലെ നമ്മള് ആ കുത്തിയൊലിപ്പില് ആ മണ്ണിനെ അങ്ങ് ഒലിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മളുടെ പാടം, നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മളുടെ തോട്ടം അല്ലെ, വിത്തിട്ട് വളർത്തി, സുബ്ഹാനല്ലാഹ്, ആ ഒരു ആയത്ത് കേൾക്കുമ്പോൾ എന്തൊരു കുളിരായിരുന്നു മനസ്സിന് അല്ലെ. ഓരോ ഓരോ വിത്തും ഓരോ ധാന്യവും 700ഉം അതിലധികവുമായി മാറുന്ന ആ കുളിരൊക്കെയും നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നതൊക്കെയും നമ്മൾ തന്നെ തീയിട്ട് നശിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ കൊടുത്ത ചാരിറ്റി, നമ്മൾ ചെയ്ത നന്മകള് നഷ്ടപ്പെട്ടു, നശിച്ചു. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു. ശരിക്കും ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നമ്മളെ തന്നെ ഓർമ്മിച്ചാൽ മതി. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു. നിങ്ങൾ സമ്പാദിച്ചതിൽ, അവര് സമ്പാദിച്ചതിൽ അവർക്ക് യാതൊരു പവറും കൺട്രോളും ഇല്ല. എല്ലാം എന്താണ്, സുബ്ഹാനല്ലാഹ്, അവരെന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു അല്ലെ. ഈ മഴ വന്നപ്പം, കാലാവസ്ഥ മാറിയപ്പം, നമ്മൾ കൊടുത്ത ആളുകളോട് നമുക്ക് ദേഷ്യം വന്നപ്പം, നമ്മൾ നല്ലത് ചെയ്ത ആളുകളോട് നമ്മൾക്ക് ദേഷ്യം വന്നപ്പം, സുബ്ഹാനല്ലാഹ്, അപ്പം ഇതായിരിക്കും ആ വ്യക്തിയുടെ യൗമുൽ ഖിയാമയിലുള്ള അവസ്ഥ. സുബ്ഹാനല്ലാഹ്. ഇസ്രൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ചെല്ലുമ്പം ഒന്നും ഇല്ല എന്നറിയുന്ന ആ ഒരു അവസ്ഥ. വല്ലാഹു ലാ യഹ്ദി അൽ ഖൗമൽ കാഫിരീൻ. അള്ളാഹു അവിശ്വാസികളെ, സത്യനിഷേധികളെ ഹിദായത്തിലേക്ക് ആക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. കാഫിർ എന്ന് പറയുന്ന വാക്ക് ഇവിടെ കാഫിർ എന്ന് പറയുന്ന വാക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വേഗം കാഫിർ എന്ന് കേൾക്കുമ്പോൾ നമ്മളല്ല ഇത് അമുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എന്തെങ്കിലും ഒരു കൽപ്പനയെ പോലും നിഷേധിക്കുന്ന ആളുകൾ കാഫിറുകളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നമ്മൾ ചെയ്ത കർമ്മങ്ങളെ നമ്മൾ പ്രിസർവ് ചെയ്യാന്നുള്ള ആ ഒരു കൽപ്പനയെ പോലും നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മളും ചെറിയൊരളവിൽ കാഫിറിൽ പെടണം. മാത്രമല്ല, കാഫിർ എന്ന് പറയുന്ന വാക്കിന് നന്ദിയില്ലാത്ത എന്നൊരർത്ഥവും കൂടെയുണ്ട്. ഗ്രേറ്റ്ഫുൾ അല്ലാത്ത, അൺഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അള്ളാഹു അത്തരത്തിലുള്ള ആളുകളെ എന്താണ് ഹിദായത്തിലാക്കുന്നില്ല. കാരണം എന്താണ്, ഒരാള് ഈമാനോട് കൂടി, അതായത് ഇവിടെ എന്തുകൊണ്ട് കുഫ്ർ എന്ന് പറഞ്ഞ കുഫ്ര എടുത്തു പറയാൻ കാരണം, ഒരാൾ ഈമാനോട് കൂടി ഒരു കാര്യം ചെയ്യാണ്, വിശ്വാസത്തോടു കൂടി, അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസത്തോടു കൂടി ഒരു സൽക്കർമ്മം അല്ലെങ്കിൽ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ അയാൾ ഒരിക്കലും അതിന്റെ പുറകെ മഞ്ഞും അതയും കൊണ്ടുവരൂല അല്ലെ. മഞ്ഞും അതയെന്ന് പറയുമ്പോൾ ആ ഉപകാരത്തെ എടുത്തു പറയലും ഉപകാരം ചെയ്തു കൊടുത്ത ആൾക്കാരെ മാനസികമായോ ശാരീരികമായോ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിക്കലും. ഈമാനുള്ള വ്യക്തി അത് ചെയ്യൂല. കാരണം ഇത് റബ്ബിന്റെ അടുത്താണ് എനിക്കുള്ള പ്രതിഫലം, റബ്ബ് എനിക്ക് തന്നോളും. മാത്രമല്ല, അവൻ അത് റിയാഓട് കൂടിയും ചെയ്യൂല. കാരണം ഈമാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, പരലോകത്തേക്കാണ് ആ സംഭവം സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആളുകളെ കാണിക്കാൻ വേണ്ടി ആക്കൂല. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഒരാൾ കുഫ്രോട് കൂടിയാണ് ഒരു കർമ്മം ചെയ്യുന്നത്, അല്ലെങ്കിൽ കുഫ്രോട് കൂടിയാണ് ഒരു ചാറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവൻ നിശ്ചയമായും അത് മന്നും അതയും കൊണ്ട് ഫോളോ ചെയ്യും അല്ലെ. കാരണം അവന് അള്ളാഹുലല്ല പ്രതിഫലം പ്രതീക്ഷിച്ചത്, ഈ കൊടുത്ത ആളുകളിൽ നിന്നാണ് അല്ലെ. കൊടുത്ത ആളുകൾ എന്നോട് ഞാൻ കൊടുത്തതിന്റെ പേരിൽ നല്ല രീതിയിൽ നിൽക്കണം, ഞാൻ കൊടുത്തതിന്റെ പേരിൽ ഞാൻ പറഞ്ഞെടുത്ത് നിൽക്കണം, ആ കൊടുത്തതിന്റെ പേരിൽ അവരെനിക്ക് പകരം തരണം അല്ലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരെന്താണ്, കുഫ്രോട് കൂടി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം അവരുടെ വിശ്വാസം അള്ളാഹുലും അന്ത്യദിനത്തിലുമല്ല. അങ്ങനെയുള്ള ആളുകൾ നിശ്ചയമായും മന്നും അതായും കൊണ്ട് അവർ ചെയ്ത സൽക്കർമ്മത്തെ ഫോളോ ചെയ്യും. സുബ്ഹാനല്ലാഹ്. മന്നും അതായും കൊണ്ട് അവർ ചെയ്ത കർമ്മത്തിനെ അവര് ഫോളോ ചെയ്യും. മന്നെന്താണ്, ആളുകളെ കൊടുത്ത ഉപകാരം എടുത്തു പറയാം, ഞാൻ നിനക്ക് അത് ചെയ്തില്ലേ, ഞാൻ നിനക്ക് ഇത് ചെയ്തില്ലേ, എന്നിട്ട് നീ ഇങ്ങനെയല്ലേ അല്ലെ. അതാ എന്താണ്, അവരെ വേദനിപ്പിക്കല്, ഇൻസൾട്ട് ചെയ്യല്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെ തൊട്ട് കളിക്കല്. നമ്മൾ കൊടുത്തതിന്റെ വില, ഞാൻ തന്നത് കൊണ്ട് ഇപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലേ, എന്തും ഞാൻ പഠിപ്പിച്ചു തന്നത് കൊണ്ട് നീ ഇപ്പൊ ഭയങ്കര സംഭവമാണല്ലേ അല്ലെ. അത് നമ്മൾ കൊടുത്ത്, നമ്മൾ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ആക്കി എന്നുള്ളത് നാലാളുടെ മുന്നിൽ പറഞ്ഞിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യല്. ഇതൊക്കെ ആർക്ക് പറഞ്ഞിട്ടുള്ളതാണ്? കുഫറുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഈമാനുള്ള ആൾക്കാർ ആ ചെയ്ത കാര്യം എന്തിനു വേണ്ടി മാറ്റിവെക്കും? ഇവിടെ ഭൂമിയിൽ കിട്ടിയ ചാൻസിലൊക്കെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം ഈമാനുള്ള ആളുകൾ ചെയ്യുന്ന സൽക്കർമ്മം ആവട്ടെ, ഈമാനുള്ള ആളുകൾ ചെയ്യുന്ന സ്വതക്കയാവട്ടെ, എല്ലാം എന്തിനു വേണ്ടി മാറ്റിവെക്കും? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കല് പ്രതിഫലത്തിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഓരോ സംസാരത്തെയും ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഞാൻ ചെയ്തതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അത് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും, ഇത് ഞാൻ ചെയ്തത് കൊണ്ട്, ഞാൻ പറഞ്ഞത് കൊണ്ട്, ഞാൻ ആക്കിയത് കൊണ്ട്, ഞാൻ നിനക്ക് അത് തന്നത് കൊണ്ട് നീക്ക് സുഖാണല്ലോ എന്നുള്ള രീതിയിൽ ഒരു മന്നോ അതയോ നമ്മുടെ സംസാരത്തിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാഫിറുകളിൽ പെട്ടതാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. കാരണം നമ്മളുടെ വിശ്വാസം അന്ത്യദിനത്തിലും അള്ളാഹുലുമല്ല.
നമ്മളുടെ വിശ്വാസം ഈ കൊടുത്ത ആൾക്കാരിലും മറ്റു ചുറ്റുപാടും കാണുന്ന ആൾക്കാരിലുമാണ്. അവരിൽ നിന്നുള്ള ഒരു കയ്യടി, ഇവിടെ കിട്ടുന്ന താൽക്കാലികമായിട്ടുള്ള ആ ഒരു സുഖം, ആ ഒരു ഹൈ, അതാണ് നമ്മളുടെ താല്പര്യം. നമ്മൾ മന്നും അതേം കൊണ്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ ആരാണ് മന്നും അതേം കൊണ്ട് ഫോളോ? കുഫറുള്ള ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഈമാനുള്ള, വിശ്വാസത്തിന്റെ ഉറപ്പുള്ള ആളുകള് നിശ്ചയമായും അവരുടെ പ്രതിഫലം അവര് പ്രിസേർവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, നഷ്ടപ്പെട്ടു പോകാതെ. കാരണം ഇവിടുന്ന് തന്നെ ആ സുഖങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരലോകത്തിലെ, സുബ്ഹാനല്ലാഹ്, നമ്മൾ അള്ളാഹുവില് ഫേമായിട്ട് വെച്ച ഡെപ്പോസിറ്റ് ആണ് എന്ത്? ഈ പറഞ്ഞ എല്ലാ കർമ്മങ്ങളുടെയും പ്രതിഫലം. അപ്പം അത് നമ്മൾ സേഫ് ആക്കി പ്രൊട്ടക്ട് ചെയ്ത് അവിടെ വെക്കണം. ഞാൻ ചെയ്തത് അള്ളാന്റെ അടുക്കലെ, അത് ഈമാനുള്ള വ്യക്തികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ. മന്നും അതായും അല്ലെ, നമ്മൾ ഉപകാരം എടുത്തു പറയലും വിഷമിപ്പിക്കലും എന്താണ്? അത് ഒരു വ്യക്തി ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കലാണ്. സുബ്ഹാനല്ലാഹ്. അവര് ചെയ്ത ചാരിറ്റീനെ ഇല്ലാതാക്കലാണ്. ഏത് രീതിയിൽ നമ്മൾ അതിനെ എന്തൊക്കെ ന്യായീകരണം കൊടുത്തു കഴിഞ്ഞാലും മന്നും അതായും കൊടുത്ത ഉപകാരം എടുത്തു പറയലും, സുബ്ഹാനല്ലാഹ്, അത് സ്വതക്കയാണെങ്കിലും നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളാണെങ്കിലും അത് എടുത്തു പറയലും, അതേപോലെ അവരെ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കലും, അവരെ ഇൻസൾട്ട് ചെയ്യലും, അല്ലെങ്കിൽ നാലാളെ മുമ്പിൽ നിന്ന് ഞാൻ തന്നത് കൊണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലെ, ഞാനത് ചെയ്തു തന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാര്യം നിനക്ക് ചെയ്തത് കൊണ്ട് നീ ഇപ്പൊ ഒരു സംഭവമാണല്ലോ അല്ലെ എന്നൊക്കെ എടുത്തു പറയല്. സുബ്ഹാനല്ലാഹ്, നമ്മൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര എഫേർട്ടാ നമ്മൾ അതിനകത്ത് ഇട്ടാലും, എത്ര ക്വാണ്ടിറ്റി നമ്മൾ ചാരിറ്റി കൊടുത്താലും, എത്ര ക്വാണ്ടിറ്റി നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രതിഫലവും ഉണ്ടാവില്ല. കാരണം അള്ളാഹു അതൊരു ഫുൾ സ്റ്റോപ്പ് പോലെയാണ് ഇവിടെ പറയുന്നത് അല്ലെ. ലാ യഖ്ദിറൂന, സുബ്ഹാനല്ലാഹ്, ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു. അവർ സമ്പാദിച്ചതിൽ അവർക്ക് യാതൊരു കൺട്രോളും ഇല്ല. കംപ്ലീറ്റ്ലി വാഷ് അവേ ആണ് അല്ലെ. ഒരു പെരുമഴ വന്നു കഴിഞ്ഞാൽ ആ ഒരു ലെയർ ഓഫ് മണ്ണ് കുത്തി ഒലിച്ച് അങ്ങോട്ട് പോകും. പിന്നെ ആ സഫ്വാൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, തിരിച്ചു വരൂല. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറയാണ്, ലാ തുബ്തിലു സ്വദഖാതികും, നിങ്ങൾ നിങ്ങളുടെ സ്വതക്കകൾ, നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ വേസ്റ്റ് ആക്കല്ലേ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല റിയ എന്ന് പറയുന്നത് നമ്മള് അഖീദയിൽ അല്ലെ, ഷിർക്കിന്റെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ, ഷിർക്കിന്റെ കാറ്റഗറീസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. തൗഹീദൽ ഉലൂഹിയ, ഇബാദയിൽ വരുന്ന ഷിർക്കിന്റെ മൈനർ ഷിർക്കിൽ പെട്ടതാണ് എന്ത്? റിയ എന്ന് പറയുന്നത് അല്ലെ. മൈനർ ഷിർക്കാണ് എന്ത്? റിയ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്യാം, പക്ഷെ എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അള്ളാഹുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? എനിക്ക് യാതൊരു പാർട്ട്ണറുടെയും ആവശ്യമില്ല എന്നല്ലേ. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹ്ക്ക് വേണ്ടിയാന്ന് തോന്നിപ്പിച്ചിട്ട് അത് നമ്മൾ മനുഷ്യന്മാരിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ചെയ്തതെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹ്ക്ക് അങ്ങനെയുള്ള ഒരു കർമ്മത്തിന്റെ ആവശ്യമേ ഇല്ല. അത് ശിർക്കോട് കൂടിയുള്ള കർമ്മമാണ്. അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ആ ഒരു പ്രവർത്തനം, ആ ഒരു കർമ്മം പ്രതിഫലം ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മം, നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്കും അല്ലെ, എത്രമാത്രം നമ്മുടെ സമയം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, എത്ര എഫേർട്ട് ഇടുന്നുണ്ട്, എത്ര ത്യാഗം നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയെന്ന് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് അതിനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയരുത്. നമ്മുടെ സ്വന്തം കർമ്മങ്ങളെ, നമ്മുടെ സ്വന്തം തോട്ടങ്ങളെ നമ്മൾ തീ വെച്ച് നശിപ്പിക്കരുത്. നമ്മൾ വിത്തിട്ട് പാകി അല്ലെ ഉണ്ടാക്കിയെടുത്ത നമ്മളുടെ തോട്ടം, സുബ്ഹാനല്ലാഹ്, ഒരു പക്ഷെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അതിനെ തീ കൊടുത്ത് നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരരുത്. സുബ്ഹാനല്ലാഹ്. അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആത്മാർത്ഥമായിട്ട് ചെലവഴിക്കുന്ന ഒരാളുടെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുന്ന ഒരാളുടെ ഉദാഹരണമാണ് പറയുന്നത്. ആ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്ക് എന്താണ് ഗുണം എന്നുള്ളത് നമുക്ക് ആയത്തിൽ നോക്കാം. 265 സൂറത്തുൽ ബഖറ. ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصابها وابل فآتت أكلها ضعفين فإن لم يصبها وابل فطل والله بما تعملون بصير. അള്ളാഹുവിന്റെ പ്രീതിയെ തേടിയും തങ്ങളുടെ ആത്മാക്കളിൽ, അതായത് മനസ്സുകളിൽ നിന്നുള്ള ദൃഢീകരണമായും തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉപമയാകട്ടെ ഒരു മേടു പ്രദേശത്തുള്ള ഒരു തോട്ടത്തിന്റെ മാതിരിയാകുന്നു. അതിന് ഒരു കനത്ത മഴ കിട്ടി, എന്നിട്ട് അത് അതിന്റെ കനി ഇരട്ടിയായി നൽകി.
ഇങ്ങനെയുള്ള ഒരു തോട്ടത്തിന്റെ മാതിരി ഇനി അത് കനത്ത മഴ കിട്ടിയില്ലെങ്കിൽ ഒരു ചാറൽ മഴ മതിയാകും. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകും. വാക്കർത്ഥം വമസൽ ഉപമ അല്ലദീന യുൻഫിഖൂന ചെലവഴിക്കുന്നവരുടെ അംവാലഹും അവരുടെ സ്വത്തുക്കൾ ഇബ്തിഗാ തേടിക്കൊണ്ട് ബ ഗൈൻ യ മർദാത്തില്ല അള്ളാഹുവിന്റെ തൃപ്തി റൂട്ട് റോ ദോദ് വാവ് അല്ലെങ്കിൽ റോ ദോദ് യ രണ്ടും ഇതിന്റെ റൂട്ടിൽ വരുന്നതാണ്. വതസ്ബീതൻ ദൃഢപ്പെടുത്തൽ ആയിക്കൊണ്ട് മിൻ അൻഫുസിഹിം അവരുടെ മനസ്സുകളെ കെമസൽ പോലെ ജന്നത്തിൻ ഒരു തോട്ടത്തിന്റെ ബിറബുവ ഒരു പീഠഭൂമിയിലെ റോ ബ വാവ് അസ്വാബഹ അതിനെ കിട്ടി വാബിലൻ കനത്ത മഴ. ഇതൊക്കെ കഴിഞ്ഞ ആയത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാതിരുന്നത് റൂട്ട്. അപ്പോൾ അത് നൽകി ആത്തത് ഹംസത്തായ ഉകുലഹ അതിന്റെ തീറ്റ ഹംസ കാഫ്ലാം ദുഅഫൈൻ രണ്ട് ഇരട്ടിയായി. ദുഅഫും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഫഇല്ലം യുസ്ബിഹ ഇനി അത് കിട്ടിയില്ലെങ്കിൽ സെയിം റൂട്ടാണ് സ്വാദു ആവുബ വാബിലുൻ കനത്ത മഴ ഫതൊൽ അപ്പോൾ ഒരു ചാറ്റൽ മഴ തോ ലാം ലാം വല്ലാഹു അല്ലാഹു ബിമാ യാതൊന്നിനെ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്ന ഐനിൻ ലാം അമൽ തഅമലൂൻ ബസീർ നല്ല പോലെ കാണുന്നവൻ ബ സ്വാദ് റോ. തഫ്സീർ നോക്കാം. വമസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഉദാഹരണം ആരുടെ ഉദാഹരണമാണ്? അല്ലദീന യുൻഫിഖൂന അംവാലഹും അവരുടെ സ്വത്ത് ചെലവഴിക്കുന്ന, അത് യാതൊരുവർ അവരുടെ സ്വത്ത് ചെലവഴിക്കുന്നു അവരുടെ ഉദാഹരണം ഏതുപോലെയാണ്? ഇബ്തിഗാ ഇബ്തിഗാ ബ ഐൻ യ ഇബ്തിഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേടുക. അവരുടെ നിയത്ത് എന്താണ്? അവരെന്തോ തേടുകയാണ് അല്ലെ. എന്ത് തേടിക്കൊണ്ടാണ് അവര് ചെലവഴിക്കുന്നത്? മർദാത്തില്ല അള്ളാന്റെ തൃപ്തി. സുബ്ഹാനല്ലാഹ്. നേരത്തെ പറഞ്ഞവര് വേറെ പലതുമാണ് അല്ലെ. എന്താണ്? മനുഷ്യന്മാരുടെ തൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ലക്ഷണം എന്താണ്? മനുഷ്യന്മാരുടെ തൃപ്തി തേടിയിട്ട് എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്വതക്ക ചെയ്യുന്നതിന്റെ ലക്ഷണം എന്താണ്? അവര് മണ്ണും അതേം കൊണ്ട് ആ സൽക്കർമ്മത്തിന് അല്ലെങ്കിൽ ആ ഒരു ചാരിറ്റിനെ അവർ ഫോളോ ചെയ്യും അല്ലെ. അതായത് ചെയ്തത് എടുത്തു പറയും, കൊടുത്തത് എടുത്തു പറയും, പ്ലസ് എന്താണ് കൊടുത്തത് എടുത്തു പറയുന്ന വെച്ചാൽ ആ കൊടുത്ത ആളുകളോട് ഞാൻ നിനക്ക് അത് ചെയ്തു തന്നില്ലേ എന്നുള്ള രീതിയിൽ മന്ന് ചെയ്യും. പ്ലസ് അത് അവരെ വിഷമിപ്പിക്കും, അവരെ ഇൻസൾട്ട് ചെയ്യും, പല രീതിയിൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അത് അള്ളാന്റെ തൃപ്തി അല്ല, മനുഷ്യന്മാരുടെ തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ റിയാന് വേണ്ടിയിട്ട് സ്വതക്ക ചെയ്യുന്ന ആളുകളുടെ ലക്ഷണമാണ്. ഇവിടെ പറയുന്നത് രണ്ടാമത്തെ വിഭാഗം മർദാത്തില്ല അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. മർദാത്ത് റോ ദോത് യ റോദിയ എന്നുള്ള വാക്കിൽ നിന്ന് റോദോത് യായും വാവും വരും കേട്ടോ. അപ്പം റദിയ എന്നുള്ള വാക്കിൽ നിന്നാണ് മർദാത്ത് വരുന്നത്. റദിയ എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിരിക്കുക, തൃപ്തമായിരിക്കുക, പ്ലഷേർഡ്, അതൊക്കെ സന്തോഷം അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥക്കാണ് റദിയ എന്ന് പറയുന്നത്. അപ്പം അവര് അള്ളാന്റെ അപ്രൂവല് വേണ്ടിയിട്ട്, അള്ളാന്റെ അംഗീകാരത്തിന് വേണ്ടി, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ആദ്യം പറഞ്ഞത് ആളുകൾ കാണാൻ വേണ്ടിയിട്ട്, രണ്ടാമത് ഇപ്പൊ പറഞ്ഞ ആൾക്കാരെന്താണ്? അള്ളാഹ് ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹ് തൃപ്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരെ. സുബ്ഹാനല്ലാഹ്. അപ്പം ആളുകളെ തൃപ്തിപ്പെടുത്താന്നുള്ളതാണെങ്കിൽ ആൾക്കാരാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്വതക്കകളുടെ ഗോളെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ഒന്നും കിട്ടൂല അല്ലെ. നമ്മൾ അതാണ് ഇപ്പൊ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. നമുക്ക് യാതൊരു കൺട്രോളും അക്കാര്യത്തിൽ ഉണ്ടാവില്ല. നമ്മൾ എത്ര ചെറുത് ചെയ്തു കഴിഞ്ഞാലും എത്ര വലുത് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ കംപ്ലീറ്റ്ലി ഗോൺ ആണ്. എന്നാൽ ആൾക്കാരെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ല അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അത് പ്രിസർവ് ചെയ്യപ്പെടും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മർദാത്തില്ല എന്ന് പറയുമ്പോൾ അവരാ ചെയ്യുന്ന കാര്യത്തിന്റെ മെയിൻ ഇന്റൻഷൻ, ഫസ്റ്റ് നിയത്ത് എന്താണ്? അള്ളാന്റെ തൃപ്തിയാണ്. രണ്ടാമത്തെ നിയത്ത് എന്താണ്? തസ്ബീത്ത് സബത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫേം ആയിരിക്കുക, സ്ട്രോങ് ആയിരിക്കുക, ഉറച്ചിരിക്കുക. തസ്ബീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഉറപ്പിക്കുക, ദൃഢമാക്കുക, സ്റ്റെബിലൈസ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. അപ്പം എന്തിനാണ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ദൃഢമാക്കുക? എന്തെങ്കിലും ഒന്ന് ഇത്തിരി ഷേക്ക് ചെയ്തില്ലേ, ഇളകി നിൽക്കുന്ന ഒരു ഉറപ്പില്ലാത്ത ഫേം അല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നതിനെയാണ് നമുക്ക് ദൃഢമാക്കേണ്ടി വരിക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് മനുഷ്യന്മാരെന്നുള്ള നിലയിൽ നമ്മളുടെ വിശ്വാസം, നമ്മളുടെ ഈമാൻ എന്താണ്? അത്ര ഫേം അല്ലാത്ത സാഹചര്യങ്ങൾ വരാം അല്ലെ. അത് കുറെ ഹൈ ആവും, പിന്നെ ലോ ആവും, പിന്നെ ഒരു ന്യൂട്രൽ അവസ്ഥയിലേക്ക് വരും. ചില സമയത്ത് നമുക്ക് നന്മ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും, ചില സമയത്ത് ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നൂല അല്ലെ. അത് കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. ചില സമയത്ത് ആൾക്കാരുടെ നമ്മൾ ഭയങ്കര നല്ല വർത്താനം, നല്ല പെരുമാറ്റമായിരിക്കും. ചില സമയത്ത് നമുക്ക് ആൾക്കാരെ മുഖത്തേക്ക് തന്നെ നോക്കാൻ തോന്നൂല അല്ലെ. അപ്പം മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ്. നമ്മൾ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം കൽബ് എന്ന് പറയുന്ന സാധനമേ അതാണ് അല്ലെ, ചെയ്തുകൊണ്ടേയിരിക്കുന്ന
ഒരു ഐറ്റമാണ് ഈ കൽബ് എന്ന് പറയുന്ന സംഭവം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ ഈമാൻ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യണം അല്ലെ, ദൃഢമാക്കണം, സ്ട്രെങ്തൻ ചെയ്യണം. അപ്പം ഈമാന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താക്കാണ്, അവരുടെ മാല് ചെലവഴിക്കുന്ന ആൾക്കാരാണ്. അവരെന്തിനാ ചെലവഴിക്കുന്നത്? ആദ്യത്തെ നിയത്ത് അള്ളാന്റെ തൃപ്തി, രണ്ട് അവരുടെ ഈമാൻ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തസ്ബീതൻ മിൻ അൻഫുസിഹിം, അവരുടെ ഹൃദയങ്ങളില് ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ഉറപ്പ്, ദൃഢത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവര് എന്താണ്, അവർ കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അവർക്ക് അള്ളാഹുവിലുള്ള ഒരു തവക്കുൽ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം തസ്ബീതൻ മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞാല് അവരുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി, അവരുടെ ഈമാനിനെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ സ്വഭാവങ്ങൾ കൂടുതൽ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അവരെന്താകുക, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ തസ്ബീതൻ മിൻ അൻഫുസിഹിമിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതായത് അവരുടെ ഹൃദയങ്ങൾ ഉറപ്പുള്ളതായിരിക്കെ, ഓക്കെ, ഹൃദയങ്ങളിൽ എന്തിനെ കുറിച്ച് ഉറപ്പുണ്ടാവുക? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രതിഫലത്തെ കുറിച്ച് ഉറപ്പുള്ളതായിരിക്കെ ചെലവഴിക്കുന്ന ആൾക്കാര്. ആദ്യം നമ്മൾ പറഞ്ഞത് അവരെ ഹൃദയത്തിൽ എന്തോ ഒന്ന് ഷെയ്ക്കുകയാണ് അല്ലെ, ഈമാൻ ഇത്തിരി ഇളകി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുലുള്ള ഒരു വിശ്വാസം ഇത്തിരി ഇളകി നിൽക്കുന്നുണ്ട്. അപ്പം അതിനെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നവരാണ്. രണ്ടാമത്തെ രീതിയിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരെ ഹൃദയത്തിൽ ഉറപ്പുള്ളവരായിരിക്കും. അതായത് അവർ ഈ ചെയ്യുന്ന കർമ്മത്തിന് പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആലയിൽ ഉറപ്പാണെന്നുള്ള ആ ഒരു കൺവിക്ഷനോട് കൂടിയിട്ട്, ആ ഒരു യഖീനോട് കൂടിയിട്ട് ചെയ്യുന്ന ആൾക്കാർ. രണ്ട് രീതിയിലാണ് ഈ തസ്ബീഹിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു കർമ്മം ചെയ്യണം, ഒരു ഖിയാം നിസ്കരിക്കാണ്, തഹജ്ജുദ് നിസ്കരിക്കാണ്, അത് നമ്മൾ ഓക്കെ അള്ളാഹിന്റെ അടുത്ത് എനിക്ക് പ്രതിഫലം ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ നിസ്കരിക്കുക. അതേപോലെ ഇവിടെ ഈ ഒരു സദഖ അല്ലെങ്കിൽ ഈ ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം ഉണ്ടെന്നുള്ള ഒരു കൺവിക്ഷനോട് കൂടി, ഇത് നഷ്ടപ്പെടൂല, എന്റെ സമ്പത്ത് ഞാൻ കൊടുത്താലും ആ സമ്പത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോലെ, ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, എനിക്ക് അള്ളാഹ് കൂടുതൽ തരും ഇതുവഴി, അള്ളാഹു എനിക്ക് എളുപ്പം തരും ഇതുവഴി, അള്ളാഹ് എനിക്ക് ബർക്കത്ത് തരും എന്റെ നഫ്സിന് അല്ലെങ്കിൽ എന്റെ സമ്പത്തിന് എന്നുള്ള വിശ്വാസത്തോട് കൂടി ചെയ്യുക. അതാണ് തസ്ബീതൻ മിൻ അൻഫുസിഹിം. മിൻ അൻഫുസിഹിം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അത് അവര് സ്വയം തീരുമാനിച്ച് ചെയ്തതാണ്. അവരുടെ നഫ്സിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു തീരുമാനമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നത് പലപ്പോഴും ആരുടെങ്കിലും ഫോഴ്സിന്റെ മേലായിരിക്കും, ആരെങ്കിലും ആളുകളുടെ പ്രത്യേക സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞതിന്റെ പേരിൽ. ചിലപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നത് അല്ലെ, ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞതിന്റെ പേരിൽ, താത്ത പറഞ്ഞതിന്റെ പേരിലായിരിക്കും. പക്ഷെ നമ്മളുടെ സ്വന്തം, നമ്മുടെ നഫ്സിൽ നിന്ന് വന്ന ഒരു തീരുമാനത്തിന്റെ പേരിൽ ചെയ്യലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തസ്ബീതൻ മിൻ അൻഫുസിഹിം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് സ്വയം തീരുമാനമെടുത്ത ആൾക്കാരാണ്, അവരുടെ ഈമാനിനെ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവര് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ പ്രതിഫലം ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പം ഇവിടെ ധനം ചെലവഴിക്കുന്ന ആളുകളുടെ ക്വാളിറ്റീസ് ആണ് പറഞ്ഞത്. ഒന്ന്, അവര് ഏത് ടൈപ്പാണ്, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ആ നിയത്തോടു കൂടി ചെയ്യുന്നതാണ്. രണ്ട്, എന്താണ്, ഒന്നെങ്കിൽ അവര് എന്താ പറയാ, അള്ളാഹുൽ പ്രതിഫലം ഉറപ്പിച്ച ഉറപ്പോട് കൂടി ചെയ്യുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ അവരുടെ ഈമാനിനെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വയം തീരുമാനമെടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. അള്ളാഹു പറയാണ് ഖമസലി ജന്ന, അവര് എന്തിനെ പോലെയാണ്? തോട്ടം പോലെയാണ്. ഇവിടെ ജന്ന എന്ന് പറയുന്നത് സ്വർഗമല്ല, ജന്നയുടെ ലിറ്ററൽ വാക്കർത്ഥത്തിലുള്ള അർത്ഥം. ഓക്കെ, എന്താണ്? തോട്ടം. ഓക്കെ, അപ്പം ഈ ഒരു ജന്ന എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബിറബുവ, റബുവ പീഠഭൂമി നമ്മൾ അർത്ഥം കണ്ടു. അതായത് ഒരു ഹൈ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട്, ഒരു സാധാരണ സമുദ്രനിരപ്പിൽ അല്ലെങ്കിൽ നോർമൽ ലെവലിൽ നിന്ന് കുറച്ച് ഉയർന്നിരിക്കുന്ന ഒരു ലെവലിനാണ് റബുവ എന്ന് പറയുന്നത്. റബ യർബു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വെല്ല് ചെയ്യുക, പെരുകുക, വീർക്കുക, വീങ്ങുക എന്നൊക്കെ അർത്ഥം. അപ്പൊ എന്തെങ്കിലും ഒന്ന് വലുതാവുക, ഓക്കെ, സൈസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. റിബ എന്നുള്ള വാക്ക് ഈ റൂട്ടിൽ നിന്ന് വന്നതാണ്. റിബ, ഇൻട്രസ്റ്റ്, പലിശ. പലിശ എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മളെ പൈസ ഇങ്ങനെ വളരുക എന്ന് വിചാരിക്കും അല്ലെ, റിബ, പലിശ കിട്ടുമ്പോൾ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അത് നമ്മളുടെ മണി, നമ്മൾ നിക്ഷേപിച്ച മണിയുടെ മേലെ, അതിന്റെ മേലെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് റിബ എന്ന് പറയുന്നത്. അതൊരു തരത്തിലുള്ള എന്താണ്, വലുതാവലാണ്, ഗ്രോത്ത് ആണ്. അപ്പം ഈ ഒരു തോട്ടം എന്താണ്, റബുവയിലാണെന്നാണ്. റബുവ എന്ന് പറഞ്ഞാല് നല്ല ഒരു ഉയർന്ന നിലയിലുള്ള ഭൂമി. ഓക്കെ, പീഠഭൂമി എന്ന് പറയുന്നത് അത് തന്നെയാണ്, ഒരു ഹൈ ലാൻഡ് എന്ന് പറയും. സീ ലെവലിൽ നിന്നും കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു, അപ്പം ഒരു മലയുടെ മേലെ ഉള്ള ലാൻഡ് ഉണ്ടാവും, കുറച്ച് പരന്ന പ്രതലം പോലെയുള്ള. അപ്പൊ ആ ലെവലിലുള്ള ഒരു ലാൻഡിനാണ്, ഭൂമിക്കാണ് റബുവ എന്ന് പറയുന്നത്, ഹൈ ലാൻഡ് അല്ലെങ്കിൽ ഹൈ പ്ലേസ്. അപ്പം
അങ്ങനെയുള്ള ഒരു ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു തോട്ടത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഡിഫറൻസ് ഉണ്ട്, എന്തെങ്കിലും ഗുണമുണ്ടോ? യെസ്, ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് പരിസ്ഥിതി കൂടുതൽ ബെറ്റർ ആയിരിക്കും, എയർ ഒക്കെ കൂടുതൽ ക്ലീൻ ആയിരിക്കും, നല്ല ഒരു കാലാവസ്ഥയായിരിക്കും. മാത്രമല്ല അവിടെ ഉയർന്ന സ്ഥലങ്ങളിൽ കൂടുതൽ മഴയും ലഭിക്കും. സുബ്ഹാനല്ലാ. അപ്പൊ ഗ്രൗണ്ടേ കുറച്ചും കൂടെ നല്ലതാണ് അല്ലെ, ഭൂമി നല്ലതാണ്, കൂടുതൽ എയർ, പ്യുവർ ആയിട്ടുള്ള എയർ ആണ്, മഴ കൂടുതൽ ലഭിക്കും. അപ്പൊ പ്രീമിയം ക്വാളിറ്റി ലാൻഡ് ആണ് അത്, നേരത്തെ പറഞ്ഞ പോലത്തെ ഐറ്റം അല്ല അല്ലെ. സുബ്ഹാനല്ലാ. അപ്പം പ്രീമിയം ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മണ്ണും അടിപൊളിയായിട്ടുള്ള കാലാവസ്ഥയും അന്തരീക്ഷത്തിലുള്ള ഈർപ്പവും ക്ലീൻലിനെസ്സും വൃത്തിയും മഴയും ഒക്കെ കിട്ടുന്ന ഒരു ലെവലാണ് ഈ റബുവ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തെ ഒരു തോട്ടം എന്തായാലും അഭിവൃദ്ധിപ്പെടുകയേ ഉള്ളൂ അല്ലെ, അവിടെ നമ്മൾ നടുന്ന വിത്തുകള് അഭിവൃദ്ധിപ്പെടുകയേ ഉള്ളൂ. സുബ്ഹാനല്ലാ. അപ്പം ഈ തോട്ടം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ സഫ്വാന്റെ മുകളില് ഒരു ജസ്റ്റ് ഒരു ലെയർ ഓഫ് മണ്ണ് ഉള്ള ഒരു സംഭവം അല്ല അല്ലെ. സുബ്ഹാനല്ലാ. ഇത് നല്ല ഹൈ ലാൻഡിലുള്ള ഒരു തോട്ടമാണ്. കെമസലി ജന്നത്തിൻ ബിറബുവ. അപ്പം അള്ളാഹ് പറയാണ് ഈ ജന്നൽ എന്ത് വരാണ്? അസ്വാബഹ, അതിൽ എത്തുന്ന വാബിൽ, നേരത്തെ പറഞ്ഞ അതേ സംഭവം, എന്താ? മഴ, ശക്തമായ അതിശക്തമായ മഴ. ഓക്കെ, അപ്പൊ ഹെവി റെയിൻ ഈ ഒരു തോട്ടത്തിന്റെ മേലെ വീഴുമ്പോ, ഓക്കെ. അപ്പൊ എന്താ, മറ്റു സ്ഥലത്ത് ഹെവി റെയിൻ, ശക്തമായ മഴ വന്നപ്പോ ആ സഫ്വാന്റെ മേലുള്ള മണ്ണൊക്കെ അങ്ങോട്ട് കുത്തിയൊലിച്ച് പോവുക ചെയ്തത് അല്ലെ. ഇവിടെ ശക്തമായ മഴ വരുമ്പോ ഉണ്ടാവുന്ന റിസൾട്ട് എന്താണ്? അത് നൽകും ഉക്കുലഹ, അതിന്റെ പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഇരട്ടിയിൽ അധികം, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഇരട്ടിയായിട്ട് അതിന് ഫലങ്ങൾ കൊടുക്കും. ഉക്കുൽ, ഹംസ കാഫ്ലാം, ഉക്കുൽ യുക്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷിക്കപ്പെടുന്ന വസ്തു, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു തോട്ടത്തിന്റെ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയാം, ഓക്കെ, ആ ഫ്രൂട്ട്. അപ്പം ഈ ശക്തമായ മഴ ഈ ഭൂമിയിൽ പതിക്കുമ്പോൾ, ഈ പറഞ്ഞ റബുവയിലുള്ള ലാൻഡില് തോട്ടത്തിൽ പതിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്റെ പ്രൊഡ്യൂസ്, അതിന്റെ ഉൽപ്പന്നങ്ങൾ അഫീനാവും, ഡബിൾ ആവും. ഇനി അവിടെ മഴ വന്നിട്ടില്ല, ഹെവി റെയിൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ദെൻ അല്ലെ, ത്വൽ എന്താണ്? ലൈറ്റ് ആയിട്ടുള്ള ഡ്രിസിൽ, ചാറ്റൽ മഴ. അതായത് വലിയ മഴയൊന്നും വന്നിട്ടില്ല, ഹെവി റെയിൻ വന്നിട്ടില്ലെങ്കിൽ ആ ഒരു ചാറ്റൽ മഴ വരും. ഓക്കെ, ലാം ത്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈറ്റ് ആയിട്ടുള്ള, ഇങ്ങനെ ജസ്റ്റ് തുള്ളി തുള്ളി ഇട്ട് പോകുന്ന ചാറ്റൽ മഴ പോലെയുള്ള മഴ. അതും മതിയാവും എന്തിന്? ഈ പറഞ്ഞ ഭൂമിക്ക് അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം മണ്ണ് ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്, എയർ ക്വാളിറ്റി ഉള്ളതാണ്, ക്ലൈമറ്റ് അടിപൊളിയാണ്, എല്ലാം വളരാൻ വേണ്ടി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഭൂമിയാണ് അത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു തോട്ടത്തില് ഡബിൾ ആണ് ഫലങ്ങൾ ഉണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. മണ്ണ് നല്ലതാണ്, കാലാവസ്ഥ നല്ലതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ആ പ്യുവർ ആയിട്ടുള്ള ശുദ്ധമായ നീയത്തോടു കൂടി ചെയ്യുന്ന ആളുകള്, ഓക്കെ, സ്വതക്ക ചെയ്യുന്ന ആളുകള്, അല്ലെങ്കിൽ എന്താ പറയാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവര് ആ നിയത്തോടു കൂടി ചെയ്യുകയും ചെയ്യും. അതിന്റെ പുറകെ അവര് മഞ്ഞും അതേയും അല്ല അല്ലെ, അവർ ചാരിറ്റി കൊടുത്ത ആൾക്കാരാണെങ്കിൽ പോലും അതേ നല്ല വാക്കുകളാണ് അല്ലെ. പലർക്കും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ എന്റെ കീഴിലുള്ള ആൾക്കാരാന്നുള്ള ഒരു ചിന്തയാണ് അല്ലെ. അവര് പിന്നെ ഞാൻ പറയുന്നത് കേൾക്കേണ്ട, എന്റെ കൽപ്പന അനുസരിക്കേണ്ട ആൾക്കാരാണ്. കാരണം അവർ ഇത്തിരി കുറഞ്ഞു പോയതുകൊണ്ടാണല്ലോ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വന്നത്. പകരം ഈ പറഞ്ഞ ആൾക്കാരെന്താ, ആ കൊടുത്ത ആളുകളെയും വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തി അല്ലെ, നല്ല വാക്കുകൾ പറഞ്ഞ് മാഫർ അല്ലെങ്കിൽ പുറത്തു കൊടുത്ത്, സുബ്ഹാനല്ലാഹ്, അങ്ങനെ അവരുടെ റിവാർഡുകൾ അല്ലെ, പ്രതിഫലങ്ങൾ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ കൂട്ടര്. ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ഓക്കെ, ഒരു സൈഡില് ഒരു വലിയ പാറ, ഓക്കെ, അത് പാറയോടനുബന്ധിച്ച് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് തെറ്റായ നീയത്ത്, കറക്റ്റ് ആയിട്ടുള്ള ഇന്റൻഷൻ. ഓക്കെ, എന്താണ്? ആൾക്കാരെ കാണിക്കുക അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്ത സദഖയെ കുറിച്ച് എടുത്തു പറയാ, കൊടുത്തവരെ വിഷമിപ്പിക്കുക, വേദനിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ വലിയ പാറയുടെ മേലെ ഒരു കുഞ്ഞു ലെയർ ഓഫ് മണ്ണുണ്ട്. കാണുമ്പോൾ ഓക്കെ, ഈ മണ്ണിൽ വിത്ത് പാകാം എന്നൊക്കെ തോന്നും, ഓക്കെ, നല്ല കർമ്മമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഒരു നല്ല ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവരുമായിട്ടുള്ള റാപ്പ് ബന്ധം മൊത്തത്തിൽ തകർന്ന് തരിപ്പണമാവും. തോന്നിയതൊക്കെ പറയും, അവരെ വിഷമിപ്പിക്കും, ഈ മണ്ണ് അങ്ങോട്ട് കുത്തിയൊലിച്ചു പോകും. എന്തൊക്കെ ചെയ്തോ അതൊക്കെ അങ്ങോട്ട് പോയി, റിവാർഡ് മൊത്തം ക്യാൻസലായി. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മഞ്ഞും അതായും നാസും അല്ലെ. എന്നാൽ ഇപ്പുറത്തെ സൈഡില് നമുക്കൊരു ഗാർഡൻ ഉണ്ട്, ഒരു തോട്ടം ഉണ്ട്. അത് ഹൈ ലാൻഡിലാണ്, ഏറ്റവും ബെസ്റ്റ് മണ്ണാണ്, ഏറ്റവും ബെസ്റ്റ് അറ്റ്മോസ്ഫിയർ ആണ്. അതിന്റെ അർത്ഥം എന്താണ്? വളരെ പ്യുവർ ആയിട്ടുള്ള നീയത്തോടു കൂടി, അള്ളാന്റെ
എഫക്റ്റീവ് ആണെന്ന് മാത്രം വിചാരിച്ച് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. ആ വ്യക്തി ഒരുപാട് ചാരിറ്റി ചെയ്യുകയാണെങ്കിൽ, ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ശക്തമായ മഴ വരുന്നത് പോലെ റിവാർഡ് എന്താണ്, പ്രതിഫലം എന്താണ്, ഡബിൾ ആണ് അല്ലെ. ഇനി ആ വ്യക്തി നല്ല നിയത്തോടു കൂടി ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, അല്ലെ, ജസ്റ്റ് ഒരു ചാറ്റൽ മഴ മാത്രമേ ആ ഭൂമിയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അപ്പോഴും അതിന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. ഒരു കുറച്ച് ചാരിറ്റിയാണ് ചെയ്തതെങ്കിൽ പോലും അവിടെ എന്താവും, അവിടെ ഫലങ്ങള് ആ ഭൂമിയിൽ മണ്ണ് നട്ടു കഴിഞ്ഞാല് ഫലങ്ങൾ ഉണ്ടാവും. കാരണം എന്താണ്, നിയ്യത്ത് നല്ലതായിരുന്നു, അള്ളാന്റെ തൃപ്തിയായിരുന്നു അവരുടെ ഉദ്ദേശം. അതില് അവർ ചെയ്ത കാര്യങ്ങളുടെ പിന്നാലെ മണ്ണും അവയും ഒന്നും ഉണ്ടായിരുന്നില്ല, വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, ചെയ്തത് എടുത്തു പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്രതിഫലം അവിടെ നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ മഴ, നല്ല ശക്തമായ മഴ വരുമ്പം ആ തോട്ടത്തിൽ ഇരട്ടിയാണ് ഫലങ്ങൾ അല്ലെ. ഇനി ശക്തമായ മഴ പെയ്തിട്ടില്ലെങ്കിലും, അതായത് കുറച്ചേ കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ എന്താണ്, എന്തായാലും അവിടെ കാര്യങ്ങള് വളരും. അപ്പം ഇവിടെ എന്തിലാണ് ഡിഫറൻസ് ഉള്ളത്, നീയത്തിലും പ്രവർത്തനത്തിലും ഡിഫറൻസ് ഉണ്ട്. ആ റിസൾട്ടിലും ഭയങ്കര വലിയ വ്യത്യാസമാണ് അല്ലെ. നീയത്ത് മോശമാകുമ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ കുറെ ധാന്യമണികൾ പാകിയിട്ടുണ്ടെന്ന്, എല്ലാം അങ്ങോട്ട് കുത്തി ഒലിച്ച് പോവുക ചെയ്തത് ആണല്ല. നീയത്ത് പക്ഷെ നല്ലതാണെങ്കിലോ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിലോ റിവാർഡ് എന്ന് പറയുന്നത് അതിഭയങ്കരമായിരിക്കും. ശരിക്കും നമ്മൾ ചിന്തിക്കണം അല്ലെ ആ റിസൾട്ടിനെ കുറിച്ച്. 3 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്: നീയത്ത്, ചെയ്യുന്ന കർമ്മം, ഉണ്ടാവുന്ന പ്രതിഫലം. നീയത്ത് ക്ലീൻ ആയിരിക്കണം, കർമ്മം നല്ലതായിരിക്കണം, മഞ്ഞും അവയും ഉണ്ടാവാൻ പാടില്ല, ഉന്നാസ് ഉണ്ടാവാൻ പാടില്ല, ആളുകളെ ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ ഉണ്ടാകാൻ പാടില്ല, പകരം കൗലും മാറൂഫും പറഞ്ഞു കൊടുക്കുക. അപ്പം എന്ത് ചെയ്യും, കോൺസിക്വൻസ് ഭയങ്കര നല്ലതായിരിക്കും, റിസൾട്ട് ഭയങ്കര നല്ലതായിരിക്കും, പ്രതിഫലം ഭയങ്കര നല്ലതായിരിക്കും. അല്ലെങ്കിൽ എല്ലാ നഷ്ടത്തിലും അത് പോകും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അള്ളാഹ് പറയാണ്, അള്ളാഹ് കാണുന്നുണ്ട് അല്ലെ, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും, നിങ്ങൾ ആ വിത്ത് പാകിയത് മുതൽ സുബ്ഹാനല്ലാഹ് നിങ്ങൾ ആ ഫലം ഉണ്ടാക്കുന്നത് വരെ അള്ളാഹു കാണുന്നുണ്ട്. നിങ്ങൾ ആ നീയത്ത് മനസ്സിൽ വെച്ചത് മുതൽ നിങ്ങളുടെ ആക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. പലപ്പോഴും അല്ലെ, നമ്മൾ എന്തെങ്കിലും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കെയർലെസ് ആയി പോവാറുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ ചെയ്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ നല്ല തന്നെയാണ് ഓർക്കാതിരിക്കുന്നത്, കാരണം ഓർക്കുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും എടുത്തു പറയാൻ തോന്നും. പക്ഷേ നമ്മൾ ചെയ്തതിനെ നമ്മൾ പ്രിസർവ് ചെയ്യണം എന്നുള്ളതിന്റെ കാര്യം പോലും നമ്മൾ ഓർക്കാറില്ല. നമ്മൾ ആർക്കെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് അതിനെ നമ്മൾ സംരക്ഷിക്കണം. അതായത് മരണം വരെയും ആ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ അത് റിസീവ് ചെയ്ത ആൾക്ക്, അത് കിട്ടിയ ആൾക്ക് നമ്മളിൽ നിന്ന് ഒരു വിഷമവും അതിന്റെ പേരിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആ കൊടുത്തതിന്റെ പേരിൽ അവരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല, എടുത്തു പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ് അത് നമ്മൾ ചെയ്ത കർമ്മത്തെ നമ്മൾ ഇല്ലാതാക്കണം. പലപ്പോഴും നമുക്ക് ഇങ്ങനെ കർമ്മം ചെയ്ത് കൂട്ടിയാൽ മതിയില്ലേ, ഞാനത് ചെയ്യുന്നു, ഞാനിത് ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഒരുപാട് ചെയ്യുന്നു, പക്ഷെ അതൊക്കെ നള്ളിഫൈ ചെയ്ത് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നത് നമ്മളെ ബാധിക്കുന്ന കാര്യേ അല്ല. നമ്മൾ ഭയങ്കര കെയർലെസ് ആണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ച്. നമ്മൾ പലരെയും മിസ്ട്രീറ്റ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മുടെ വളരെ റൂഡായിട്ടുള്ള, അപമര്യാദപരമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇതൊക്കെ നമ്മളിൽ നിന്ന് അനുഭവിക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കും അല്ലെ. അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ചെയ്യും, ആത്മാർത്ഥതയോടുകൂടി നീയത്ത് നന്നാക്കി തന്നെ ചെയ്യും. എന്നിട്ട് കാലാവസ്ഥ മാറുമ്പോൾ നമ്മൾ ഈ കുത്തൊലിച്ച മഴയിൽ ഒലിച്ചു പോകുന്ന പോലെ നമ്മൾ ആ മണ്ണ് അങ്ങോട്ട് കംപ്ലീറ്റ് ഒലിപ്പിച്ച് കളയും. അല്ലാഹ്, ഞാൻ അത് ചെയ്തിട്ടും അല്ലെ, ഞാൻ ഇത് ചെയ്തിട്ടും നീ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ്, നീ ഗുണം പിടിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്, നീ അനുഭവിക്കും. സുബ്ഹാനല്ലാഹ്, നമ്മൾ തന്നെ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാണ് നമ്മളുടെ പ്രതിഫലങ്ങള്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ശരിക്കും കെയർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ പ്രിസർവ് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളത്. ഒരു കൃഷിക്കാരൻ അല്ലെ, കൃഷിക്കാരന് വിത്ത് നട്ടിട്ട് അങ്ങോട്ട് പോവാൻ പറ്റുമോ? നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ, സൂറത്ത് ബഖറയിൽ 5-ാമത്തെ ആയത് അല്ലെ, ഫല്ലാഹ് ആയിട്ട് നമ്മൾ മുഫ്ലിഹൂനെ ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഒരു കൃഷിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വിളയെ കൊയ്യുന്നത് വരെ അല്ലെ, കൊയ്ത് കഴിഞ്ഞിട്ടും അതിനെ പ്രിസർവ് ചെയ്യുന്നത് വരെ അവന് റെസ്റ്റ് ഇല്ലാതെ അതിനെക്കുറിച്ച് കെയർ ചെയ്ത് പണിയെടുക്കുന്നതാണ് അല്ലെ. നമുക്ക് വെറുതെ വിത്ത് പാകിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, എന്നിട്ട് തോന്നിയ പോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സഫ്വാന്റെ മേലെ കുത്തിയൊലിച്ചു പോയ മണ്ണിന്റെ കൂടെ നമ്മളുടെ വിത്തും അങ്ങോട്ട് പോകും, നമ്മൾ അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം,
വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ് അതിനെ പ്രിസർവ് ചെയ്യാൻ. നമ്മൾ അതിനെ പ്രിസർവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോവും, ചത്തുപോകും, നമ്മളെ ചെടികള് ഇല്ലാണ്ടായി പോവും, ഒരു റിസൾട്ടും നമുക്കത് ഉണ്ടാക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ നിന്നൊക്കെ ഒരുപാട് അല്ലെ, ആരും മുക്തരല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. ആരുടെങ്കിലും ഏറ്റു പറഞ്ഞ്, നമുക്ക് മനുഷ്യന്മാരാണല്ലേ, ഒരുപാട് ആളുകളെ ഒരു പക്ഷെ നമ്മൾ വിഷമിച്ചിട്ടുണ്ടാവും. അവരുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ മാപ്പ് ചോദിക്കേണ്ട അടുത്ത് മാപ്പ് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് തൗബ ചെയ്ത് മടങ്ങേണ്ട അടുത്ത് തൗബ ചെയ്ത് മടങ്ങുക. ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വരാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് എളുപ്പം തരട്ടെ. ആമീൻ. അടുത്ത ആയത്ത് 266. അയവദ്ദു അഹദുകും അൻ തകൂന ലഹു ജന്നത്തുൻ മിൻ നഖീലിൻ വഅഅനാബിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാറു ലഹു ഫീഹാ മിൻ കുല്ലി ثمرات وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون. നിങ്ങളിൽ ആരെങ്കിലും ഒരുവൻ ആഗ്രഹിക്കുമോ ഈത്തപ്പനകളുടെയും മുന്തിരിവള്ളികളുടെയും ഒരു തോട്ടം അവനുണ്ടായിരിക്കുവാൻ? അതിന്റെ അടിയിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അതിൽ അവന് എല്ലാവിധ ഫലവർഗ്ഗങ്ങളിൽ പെട്ടതുമുണ്ട്. അതേസമയം അവന് വാർദ്ധക്യം ബാധിക്കുകയും ചെയ്തിരിക്കുന്നു. ദുർബലരായ കുറെ സന്താനങ്ങൾ അവനുണ്ട് താൻ. എന്നിട്ട് തീ ഉള്ളതായ ഒരു കടുത്ത ചുഴലിക്കാറ്റ് അതിനെ ബാധിച്ചു, അത് കരിഞ്ഞുപോയി. ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടായിരിക്കുവാൻ വല്ലവരും ആഗ്രഹിക്കുമോ? ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ആയത്ത് ലക്ഷ്യങ്ങൾ വിവരിച്ചു തരുന്നു, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. ശരിക്കും അതിഭയങ്കരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ആയത്താണ്. നമുക്ക് വാക്കർത്ഥം നോക്കാം. അയവദ്ദു ഇഷ്ടപ്പെടുമോ, വാവ് ദാൽ ദാൽ, അഹദുക്കും നിങ്ങളിൽ ഒരാൾ, അൻ തകൂന ഉണ്ടായിരിക്കാൻ, ലഹു അവന്, ജന്നത്തുൻ ഒരു തോട്ടം, മിൻ നഖീലിൻ ഈത്തപ്പനയുടെ, നോൻ ഫ ലാം, വഅഅനാബിൻ മുന്തിരിയുടെയും, ഐൻ നൂൻ ബ, തജ്രി ഒഴുകുന്നു, ജീം റ യ, മിൻ തഹ്തിഹ അതിന്റെ അടിയിലൂടെ, അൽ അൻഹാർ നദികൾ, നൂൻ ഹ റ, ലഹു അവനുണ്ട്, ഫീഹ അതിൽ, മിൻ കുല്ലി സമറാത്ത് എല്ലാ സാമീം റ, വഅസ്വാബഹു അവനെ ബാധിച്ചു, അൽ കിബർ വാർദ്ധക്യം, കാഫ് ബ റ, വലഹു അവനുണ്ട്, സിർരിയത്തുൻ സന്താനങ്ങൾ, ദ റോ റോ ദാൽ റോ റോ, ദുഅഫാ ദുർബലരായ, ദാദ് ഐൻ ഫാ, ഫഅസ്വാബഹ അതിനെ എന്നിട്ട് അതിനെ ബാധിച്ചു, ഇഅ്സാർ ഒരു ചുഴലിക്കാറ്റ്, ഐൻ സ്വാദ് റ, ഫീഹി അതിലുണ്ട്, നാറുൻ തീ, ഫഹ്തറഖത് അങ്ങനെ അത് കത്തിക്കരിഞ്ഞു, ഹ റോ ഖഫ്. കദാലിക അപ്രകാരം, യുബയ്യിനു വിവരിക്കുന്നു, ബയാനൂൻ അല്ലാഹു ലക്കും നിങ്ങൾക്ക്, അൽ ആയാത്ത് ആയത്തുകൾ ലഅല്ലക്കും നിങ്ങൾ ആയേക്കാൻ, തതഫക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നവർ. ഓക്കെ, അള്ളാഹു നമ്മളടുത്ത് ചോദിക്കുകയാണ്, അയവദ്ദു അഹദുക്കും നിങ്ങൾ ഒരാൾ ഇഷ്ടപ്പെടുമോ? ആ എന്ന് പറയുന്നത് ഇവിടെ ചോദ്യത്തിന്റെ അക്ഷരമാണ്. യവദ് റൂട്ട് ലെറ്റർ, വാവ് ദാൽ ദാൽ, വുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, ഇഷ്ടം. ഓക്കെ, അയവദ്ദു അഹദുക്കും നിങ്ങൾ ഒരാൾ ഇഷ്ടപ്പെടുമോ? ഇത് ഒരു ആലങ്കാരികമായിട്ടുള്ള ചോദ്യമാണ്. അതായത് നിങ്ങൾ ആരും ഇഷ്ടപ്പെടൂല എന്ന് പറയുന്നതിന് അള്ളാഹു ആലങ്കാരികമായിട്ട് ചോദിക്കുകയാണ്. എന്ത് ഇഷ്ടപ്പെടുന്ന കാര്യം പറയുന്നത്? അൻ തകൂന ലഹു ജന്നത്തുൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജന്ന അല്ലെങ്കിൽ ഒരു തോട്ടം. ഓക്കെ, ഒരു ഫലവൃക്ഷത്തിന്റെ ഒരു തോട്ടം. ആ തോട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? മിൻ നഖീലിൻ വ അനാബിൻ, അതിനകത്ത് എന്തുണ്ട്? നഖില് നമുക്കറിയാം ഡേറ്റ്സ് ആണ് അല്ലെ. അനബ് മുന്തിരി. ഓക്കെ, നഖീൽ നഖ്ലയുടെ പ്ലൂരലാണ്, അയനബിന്റെ പ്ലൂരലാണ് അയനാബ്. അപ്പം ഈത്തപ്പനയുടെയും മുന്തിരി വള്ളികളുടെയും ഒരു തോട്ടം ഓക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാനും, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അതിന്റെ താഴെ കൂടെ എന്താണ് നദികൾ ഒഴുകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ വൃക്ഷങ്ങളുടെയും ബ്രാഞ്ചസിന്റെ അടി കൂടെ നദികൾ ഒഴുകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് ഫലവൃക്ഷങ്ങൾ മാത്രമല്ല അവിടെ ഉള്ളത്, അല്ലെങ്കിൽ
കുറച്ച് എന്താണ് ഈന്തപ്പനയും അല്ല ഈന്തപ്പഴം മുന്തിരിയും തരുന്ന വള്ളികൾ മാത്രമല്ല അവിടെ ഉള്ളത്. നിങ്ങൾക്ക് അവിടെ എന്താണ് അരുവികളോ അല്ലെ നദികളുണ്ട്. ആണുള്ള നിങ്ങൾക്ക് അവിടെ എന്താണ് ലാഭം മാത്രം ഉണ്ടാക്കുന്ന ഒരു തോട്ടമല്ല, പക്ഷെ നല്ല ബ്യൂട്ടി ഭംഗിയുള്ള റിലാക്സേഷൻ ഉള്ള നിങ്ങൾക്ക് കംഫർട്ട് തരുന്ന നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു തോട്ടമാണ് അല്ലെ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പറയുമ്പോൾ. അവിടെ ലാഭവും ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു തോട്ടം നിങ്ങൾക്കുണ്ട്. ഓക്കെ, ലഹു ഫീഹ അവനുണ്ട് അതിൽ എന്താണ് മിൻകുല്ലി സമറാത്ത് എല്ലാ തരത്തിലുള്ള പഴങ്ങളും. അസമറാത്ത് സമറയുടെ പ്ലൂറലാണ്. എല്ലാ തരത്തിലുള്ള അതായത് വെറൈറ്റീസ് ഓഫ് എന്ത് നഹ്ലും പൈനബും ഉണ്ട് അല്ലെ, പല തരത്തിലുള്ള ഈന്തപ്പനകളും മുന്തിരികളും ഡിഫറെന്റ് ടൈപ്പ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരാള്, ഓക്കെ, അങ്ങനെയുള്ള തോട്ടമുള്ള ഒരാള് ഫഅസാബഹുൽ കിബർ അവൻ എന്തായി വാർദ്ധക്യം പ്രാപിച്ചു. ഓക്കെ, അവൻ വളരെ പ്രായമായി അവന്. ഓക്കെ, അവന്റെ ജീവിതകാലം മുഴുവനും അവൻ എന്തൊക്കെയായിരുന്നു ഈ തോട്ടത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യായിരുന്നു അല്ലെ. അവന്റെ സമയവും അവന്റെ സമ്പത്തും അവന്റെ എഫേർട്ടും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഇപ്പം നല്ലൊരു അടിപൊളി തോട്ടമായി അവിടെ ഈന്തപ്പനയും എന്താണ് ഈത്തപ്പഴവും പലതരത്തിലുള്ള ഈത്തപ്പഴങ്ങളും മുന്തിരികളും ഉണ്ടാകുന്ന കുറെ ഫലവൃക്ഷങ്ങളുണ്ട്. അതിന്റെ താഴെ കൂടെ നദികൾ ഒഴുകുന്നുണ്ട്. ഭയങ്കര സന്തോഷവും സമാധാനവും ഭംഗിയും ഒക്കെ ഉള്ള ഒരു തോട്ടം അവന് ആയി. ഒക്കെ അവൻ അത്രയും എഫേർട്ട് ഇട്ടിട്ട്, പക്ഷെ അവൻ എന്തായി പ്രായമായി. ഫസാബഹുൽ കിബർ. ഇപ്പൊ എന്താണ് സ്വാഭാവികമായും പ്രായമാകുമ്പോൾ അവന് ഒരുപാട് സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല അല്ലെ, കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഇത്രയും കാലം ഉണ്ടാക്കി കൊണ്ടുവന്ന് ആ തോട്ടത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ റിസ്ക് അവനുണ്ട്. കാരണം തോട്ടം ഉണ്ടാക്കി അവിടെ ഇട്ടാ പോരല്ലോ അല്ലെ, പിന്നെയും പിന്നെയും അതിന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തോണ്ടിരിക്കണം, വെള്ളവും വളവും ഒക്കെ. പക്ഷെ എന്താണ് അവനാകെ പ്രായമായി. അവന് എന്താണ് ഈ തോട്ടത്തിനെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം ഒരുപക്ഷെ അവന് നിലച്ചു പോയേക്കാം. അല്ലെങ്കിൽ ഈ തോട്ടത്തിന് നോക്കാൻ വേണ്ടിയിട്ട് അവനൊരു സഹായം ഉണ്ടാവാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാം. തുടർന്ന് അള്ളാഹ് പറയുന്നു വലഹു ദിർരിയത്തുൻ ളുഅഫ അവന് കുട്ടികളുണ്ട്. ദിർരിയ റോറ കുട്ടികൾ, വീക്ക് ആയിട്ടുള്ള. ഓക്കെ, വൈഫിന്റെ പ്ലൂറലാണ് ളുഅഫ. വൈഫ് എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്. അപ്പൊ അവന് കുട്ടികളുണ്ട്. ഒരുപക്ഷെ അവരുടെ പ്രായം കൊണ്ട്, അതായത് ചെറിയ പ്രായമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കഴിവ് കൊണ്ട് സ്ട്രെങ്ത് കൊണ്ട് അവര് വീക്കാണ്. അതും അല്ലെങ്കിൽ ചിലപ്പം രോഗം കൊണ്ടോ ഏതെങ്കിലും ഒരു കാരണത്താൽ അവരുടെ മക്കളുണ്ട്, പക്ഷെ മക്കള് വീക്ക് ആയതുകൊണ്ട് മക്കൾക്കും അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവന് ഇത്രയും അടിപൊളി തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ പ്രായം ആയി. അതുകൊണ്ട് തന്നെ അവന് തോട്ടത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റൂല. മാത്രമല്ല അവന് മക്കളുണ്ട്. മക്കള് വീക്ക് ആയതുകൊണ്ട് മക്കൾക്കും ഒന്നും ചെയ്യാൻ പറ്റൂല തോട്ടത്തിന് വേണ്ടി. എന്നാൽ മക്കൾ ഉള്ളത് കൊണ്ട് മക്കൾ അവന്റെ മേലെ ഡിപ്പെൻഡന്റും ആണ് അല്ലെ. മക്കൾക്ക് അവനിൽ നിന്ന് കിട്ടണം. സുബ്ഹാനല്ലാഹ്, അവനിൽ നിന്ന് നേട്ടം മക്കൾക്ക് വേണം. മക്കള് വീക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് അവന്റെ അവസ്ഥ. കുട്ടികളുടെ വീക്ക്നെസ് കാരണം കുട്ടികൾക്ക് അവന് യാതൊരു സഹായവും ചെയ്യാൻ പറ്റില്ല. പകരം അയാളെ ഡിപ്പെൻഡ് ചെയ്യാണ്. ഫഅസാബഹുൽ കിബറു വലഹു ദിർരിയത്തുൻ ളുഅഫ. ഭയങ്കര ഒരു റിസ്കിലാണ് ഈ മനുഷ്യനുള്ളത് അല്ലെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ തോട്ടത്തിൽ എന്താ സംഭവിക്കുക? ഫഅസാബഹ അതിന് പിടിപെടും, അല്ലെങ്കിൽ അതിലെത്തും എന്ത്? എക്സോർ. എക്സോർ എന്ന് പറഞ്ഞാല് ടോർണേഡോ, അതായത് ചുഴലിക്കാറ്റ്. സുബ്ഹാനല്ലാഹ്. ഫീഹി നാറുൻ അതില് തീയുണ്ട്. ഫഹ്തറഖത് അത് ഈ തോട്ടത്തിന്റെ മേലെ വന്ന് ഈ തോട്ടം അങ്ങോട്ട് കത്തി നശിച്ചു പോവാണ്. അപ്പം ഈ പറഞ്ഞ തോട്ടം അയാൾ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ, എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയ, നല്ല രീതിയിൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവിധ ഈത്തപ്പഴവും മുന്തിരികളും ഒക്കെയുള്ള ഈ തോട്ടം, താഴെ കൂടെ നദികൾ ഒഴുകുന്ന ഭംഗിയുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു തോട്ടം അയാൾക്ക് പ്രായമായി. അയാൾക്ക് കൂടുതൽ അതിന്റെ മേലെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലസ് അയാൾക്ക് മക്കളുണ്ട്. മക്കള് വീക്കാണ്. മക്കൾക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല മക്കൾ അയാളുടെ മേലെ ഡിപ്പെൻഡന്റും കൂടാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു തോട്ടത്തില് എന്ത് വരാണ്? ഒരു ചുഴലിക്കാറ്റ് വരാണ്. അത് തീയോട് കൂടിയുള്ള ചുഴലിക്കാറ്റ്. അങ്ങനെ ഈ ചുഴലിക്കാറ്റ് ഈ തോട്ടത്തിനെ പിടിച്ചു കളഞ്ഞു അല്ലെ, നശിപ്പിച്ച് കത്തിച്ചു കളഞ്ഞു. സ്വാഭാവികമായിട്ടും ചുഴലിക്കാറ്റ് തീയോട് കൂടി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ തോട്ടം എന്തായി പോകും? കത്തിക്കരിഞ്ഞു പോകും അല്ലെ. അസ്വാർ എന്ന് പറയുന്ന വാക്ക് ഐൻ സ്വാദ് റ. അസ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്വീസ് ചെയ്യാൻ, ഞെരുക്കി കളയാം. എന്തെങ്കിലും ഒന്നിനെ ഇങ്ങനെ ചുഴലിക്കാറ്റ് നിങ്ങൾക്ക് ഊഹിക്കാലോ അല്ലെ. അതിങ്ങനെ ചുഴറ്റി ആ ഒരു ഇതിനെ ഇല്ലാണ്ടാക്കി പിഴിഞ്ഞ് അല്ലെ ഞെരുക്കി ചുറ്റി ചുഴറ്റി ഒന്നും ഇല്ലാണ്ടാക്കി കളയും. ആണല്ലോ, അതിങ്ങനെ റൗണ്ട് അടിച്ച് വീണ്ടും അടിക്കുക. അതിന്റെ കൂടെ തീയും കൂടെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എല്ലാം നശിച്ചിട്ടുണ്ടാവും അല്ലെ. എല്ലാ സംഭവങ്ങളും നശിച്ചിട്ടുണ്ടാവും. എസ്വാർ അത് തീയോട് കൂടിയുള്ള എസ്വാർ. ആ കംപ്ലീറ്റ് തോട്ടം കത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു അവസ്ഥയില് ആ ഒരു മനുഷ്യന് വീണ്ടും മുന്നിൽ ആ തോട്ടം ഉണ്ടാക്കാൻ അയാൾക്ക് ആവത്തില്ല അല്ലെ. അയാൾ എന്താണ് വാർദ്ധക്യത്തിലെത്തി. ഒരു സഹായം തേടാനും അയാൾക്ക്
സാഹചര്യമില്ല. സുബ്ഹാനല്ലാഹ്. അയാൾക്ക് കിട്ടിയിരുന്ന ഫലങ്ങളൊക്കെ അതും ഇനി കിട്ടൂലല്ലോ, തോട്ടം നശിച്ചു പോയില്ല. അയാളുടെ ജീവിതകാലം മുഴുവനും അയാൾ നേടിയ എല്ലാ എഫേർട്ടും വേസ്റ്റ് ആയി പോവാണ്, കംപ്ലീറ്റ് നശിച്ചു പോവാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയാണ് കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ വിവരിച്ചു തരികയാണ്. എന്തിനു വേണ്ടി? ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കെയർഫുൾ ആകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ബോധം ഉണ്ടാവുള്ളൂ അല്ലെ. നിങ്ങൾ ശരിക്കും ശ്രദ്ധയോട് കൂടി ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ബോധം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ നിങ്ങൾ എന്താ നിങ്ങൾ ചെയ്യുന്നേ, എങ്ങനെയാ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അതിഭയങ്കരമായിട്ടുള്ള സാഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. നമ്മളുടെയൊക്കെ ഒരു പക്ഷേ സുബ്ഹാനല്ലാഹ് കാക്കട്ടെ യൗമുൽ ഖിയാമയിലെ ഒരു അവസ്ഥയെ കാണിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് അയാളുടെ ഈ പ്രായത്തില് ഈ ഒരു തോട്ടം, നശിച്ചുപോയ തോട്ടത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവത് അയാൾക്ക് യൗമുൽ ഖിയാമയില് നമുക്ക് ആർക്കും നമ്മൾ ഈ ചെയ്ത കർമ്മങ്ങൾ വീണ്ടും റീപെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടായിരിക്കും പോണത്, ഒരുപാട് പ്രതീക്ഷയോട് കൂടി ആയിരിക്കും പോണത്. പക്ഷെ നമ്മൾ തന്നെ നശിപ്പിച്ച ആ കർമ്മങ്ങൾ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാഹചര്യവും അവസരവും അവിടെ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഈ ഒരു വ്യക്തിക്ക് എപ്രകാരം ആരുടെയും സഹായം ഇല്ലയോ, അയാൾക്ക് മക്കളുണ്ട്, പക്ഷെ മക്കൾ വീക്ക് ആയതുകൊണ്ട് മക്കൾക്ക് അയാളെ സഹായിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞല്ലേ. ആ വ്യക്തിക്ക് എപ്രകാരം ആരുടെയും സഹായം ഇല്ലയോ അപ്രകാരം നമ്മൾക്കും യൗമുൽ ഖിയാമയില് നമ്മളുടെ കർമ്മങ്ങൾക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല, വീണ്ടും ചെയ്യാൻ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല അല്ലെ. മാത്രമല്ല ഇവിടെ ഈ വ്യക്തിൻ്റെത് എല്ലാ കർമ്മങ്ങളും ചാരമായി മാറിയില്ലേ. ഒരു ടൊർണാഡോ വന്ന്, ഒരു ചുഴലിക്കാറ്റ് വന്ന്, തീയോട് കൂടി ചുഴലിക്കാറ്റ് വന്ന് അതെല്ലാം ചാരമായി പോയി. അതേപോലെ നമ്മളൊക്കെ ചെയ്ത കർമ്മങ്ങൾ, നമ്മൾ ചെയ്തത് എടുത്തെടുത്ത് പറഞ്ഞു അല്ലെ. കർമ്മങ്ങളും നമ്മൾ കൊടുത്ത സ്വതക്കകളും നമ്മൾ ചെയ്തത് എടുത്ത് പറഞ്ഞു, മറ്റുള്ളവരെ വിഷമിപ്പിച്ചും വേദനിപ്പിച്ചും നമ്മൾ മറ്റുള്ളവർ കൊടുത്തതിന്റെ പേരിൽ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചും നമ്മൾ ചെയ്തിട്ട് ഇല്ലാതാക്കിയ കർമ്മങ്ങളൊക്കെയും അന്ന് ഈ ഒരു ടൊർണാഡോ, ഈ ഒരു ചുഴലിക്കാറ്റും തീയോട് കൂടി വന്ന ചുഴലിക്കാറ്റ് കത്തി അമർന്ന് ചാരമായ തോട്ടവുമായിട്ടായിരിക്കും നമ്മൾ പോണത്. സുബ്ഹാനല്ലാഹ്. ഈ വ്യക്തി അയാളുടെ ജീവിതകാലം മുഴുവനും ഈ ഒരു തോട്ടം ഉണ്ടാക്കിയെടുത്തിട്ട് അയാളുടെ വാർദ്ധക്യകാലം വന്നപ്പം ഈ തോട്ടം എങ്ങനെ കത്തി നശിച്ചുവോ അതുപോലെ ആയിരിക്കും യൗമുൽ ഖിയാമയിൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങളും കൊണ്ട് ചെല്ലുക അല്ലെ. നമ്മൾ ചെയ്തു, പക്ഷെ എടുത്തെടുത്ത് പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിച്ച് കുത്തി നോവിപ്പിച്ച് അല്ലെ, നമ്മൾ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളും ചെയ്തു, സദഖകളും ധാരാളമായിട്ട് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരെയും നമ്മൾ കുത്തി നോവിപ്പിച്ചിട്ടുണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ ഏതെങ്കിലും പണക്കാരെ എടുത്ത് ചെന്നിട്ട് അവരെ നമ്മൾ വിഷമിപ്പിക്കും. കാരണം അവരെ വിഷമിപ്പിക്കാനുള്ള അധികാരം നമുക്കില്ല, കാരണം അവർക്ക് നമ്മളൊന്നും കൊടുത്തിട്ടില്ലല്ലോ. നമ്മളിൽ നിന്ന് വാങ്ങിയവരെയാണ് നമ്മൾ അല്ലെ, അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മളുടെ വീട്ടുകാർ, നമ്മളെ കർമ്മങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കുത്തി നോവിപ്പിക്കുക, വിഷമിപ്പിക്കുക. പ്രസന്റേഷൻ എന്റെ സിസ്റ്റം ഒന്ന് സ്റ്റക്കായി പോയി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മള് ഈ ഒരു വ്യക്തിനെ പോലെ അല്ലെ, ഒരു
ചുഴലിക്കാറ്റും തീയോട് കൂടിയുള്ള ചുഴലിക്കാറ്റ് വന്ന് നശിച്ചു പോയ തോട്ടം കൊണ്ട് ഒന്നുമില്ലാതെ എംപ്റ്റി ഹാൻഡഡ് ആയിട്ട് വന്ന ആ ഒരു വ്യക്തിനെ പോലെ ആയിരിക്കും നമ്മൾ ചെയ്തിട്ട് നമ്മൾ തന്നെ നശിപ്പിച്ച കർമ്മങ്ങളും നമ്മൾ തന്നെ നശിപ്പിച്ച സദക്കകളും കൊണ്ട് അവിടെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു, എത്രത്തോളം ഡെസ്പറേറ്റ് ആയിട്ട് അല്ലെ, നിരാശയോട് കൂടിയാണ് അയാൾ ഒരു സഹായത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടാവുക അവിടെ. കാരണം അയാൾ അത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ, ചെയ്തത് പ്രതീക്ഷയോടുകൂടി എത്തിയ ഒരു വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം ആവശ്യക്കാരനായിട്ടാണ് അവിടെ എത്തുന്നത്. സുബ്ഹാനല്ലാഹ്, അയാൾ അവിടെ ആർക്കും സഹായിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അയാളിൽ നിന്നും ആവശ്യക്കാരുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു അയാൾക്ക് ഡിപ്പെൻഡൻസ് ഉണ്ട്, അയാളുടെ മക്കൾ അവിടെ ഉണ്ട്, മക്കൾക്ക് അയാൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ മക്കൾക്ക് അയാളിൽ നിന്നും വേണം. സുബ്ഹാനല്ലാഹ്, അതേപോലെ നമ്മളിൽ നിന്നും വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ആളുകൾ ഉണ്ടാവും. യൗമുൽ ഖിയാമയിൽ ഏറ്റവും കൂടുതൽ കടം ബാങ്ക്രപ്റ്റ് ആയിട്ട് യൗമുൽ ഖിയാമയിൽ ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കും? ഒരുപാട് കർമ്മങ്ങളും കൊണ്ട് വന്നിട്ട് അതെല്ലാം മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരായിരിക്കും യൗമുൽ ഖിയാമയിൽ ഏറ്റവും കടബാധ്യതയുള്ള ആൾക്കാരായിട്ട് വരുന്നത്. കാരണം അയാൾ ചെയ്തിട്ടുണ്ടാവും ഒരുപാട്, പക്ഷെ മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തത് എടുത്തെടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, അവര് മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടാവും, കൊടുത്തതിന്റെ പേരിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്, അവരുടെ സ്വത്തുക്കള്, അവരുടെ ഫീലിങ്സ്, അവരുടെ ശാരീരികമായിട്ട് ഏതെങ്കിലും രീതിയിൽ മനസ്സ് കുത്തി നോവിച്ച് കീറി മുറിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം അവിടെ അവർക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇവരിൽ നിന്ന് എടുത്തങ്ങോട്ട് കൊടുക്കും. അയാൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഒരുപാടുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പോണത്, പക്ഷെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നീതിയുടെ ഭാഗമായിട്ട് അവർ വിഷമിപ്പിച്ചവർക്കൊക്കെ അല്ലാഹു എടുത്തു കൊടുക്കും. അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ബാക്കിയാവുമ്പം നമ്മൾ ആരെ വിഷമിപ്പിച്ചോ അവരിൽ നിന്നുള്ള തിന്മകളും കൂടെ നമ്മളെ കയ്യിലോട്ട് എടുത്തു തരും. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിരാശയോട് കൂടി നിൽക്കുന്ന സമയമായിരിക്കും. നമുക്ക് വീണ്ടും ഒരു തോട്ടം ഉണ്ടാക്കാനുള്ള സാഹചര്യം, ഒരു ചാൻസ് അവിടെ ഉണ്ടാവൂല അല്ലെ. അള്ളാഹ് ചോദിക്കാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലാവാൻ താല്പര്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്, അതൊക്കെ ആർക്കെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരെങ്കിലും ഇഷ്ടപ്പെടും അല്ലെ? നമ്മൾ ചെയ്തതൊക്കെ വേസ്റ്റ് ആയി പോകുന്ന ഒരു സാഹചര്യം. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോവാണ്, ഒരു ട്രിപ്പിന് പോവാണ്, നമ്മൾ ചില ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ സാഹചര്യം പോലെ അല്ലെ ഒരുപാട് സാധനങ്ങൾ വാങ്ങും, നമ്മളെ കുടുംബത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും സന്തോഷിക്കും, കാരണം വാങ്ങാൻ പറ്റുന്ന ചില സ്ഥലങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ പോയി ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി, കുടുംബത്തിലെ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് കുറേ വാങ്ങി, ഒരുപക്ഷെ നമ്മൾ കുറെ നാളായിട്ട് സമ്പാദിച്ചു വെച്ച പൈസ ആയിരിക്കാം അത്, അതൊക്കെ വാങ്ങി ഫുൾ സെറ്റാക്കി നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ ഈ വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ കള്ളം കട്ടുകൊണ്ടുപോകാം. സുബ്ഹാനല്ലാഹ്, പിന്നെ നമുക്ക് ഒരു സാധനം വാങ്ങാനോ ഒരു ഗിഫ്റ്റ് വാങ്ങാനോ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആകെ കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വിഷമിക്കണോ, കരയണോ, തകരണോ എന്നുള്ള അവസ്ഥയിൽ ഒന്നും കയ്യിലില്ലാത്ത, അത് വീണ്ടും നമുക്ക് അപ്പം മേക്കപ്പ് ചെയ്യാൻ, അപ്പം ആ പൈസ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലെ. സമയം നമ്മളെ അടുത്ത് ഉണ്ടാവില്ല, ചാൻസ് നമുക്ക് ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, ആ ഒരു സാഹചര്യം, ആ ഒരു അവസ്ഥ വളരെയധികം സാഡായിട്ട് നഷ്ടക്കാരിലെ കുറ്റബോധമുള്ള ആൾക്കാർ അല്ലാഹു സുബ്ഹാനഹു തആല പറയണം, ഇത്തരത്തിൽ നഷ്ടക്കാരാവുന്നതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുക. അതുകൊണ്ട് ചെയ്യുന്നത് എന്തോ അതിനെ നല്ല നീയത്തോടു കൂടി ചെയ്യാം, ചെയ്യുന്നത് എന്തോ അതിനെ നിങ്ങൾ പ്രിസർവ് ചെയ്യുക, അതിനെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയല്ലേ. നിങ്ങളെ കൈകൊണ്ട് ചെയ്തതിനെ നിങ്ങളെ കൈകൊണ്ട് തന്നെ, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ, നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ, നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ നശിപ്പിച്ച് കളയല്ലേ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തതഫക്കറൂൻ. അല്ലാഹു വിവരിച്ചു തരാണ് നിങ്ങൾക്ക് ഉദാഹരണ സഹിതം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഈ ഒരു ആയത്ത് ഒരു വ്യക്തിനെ കുറിച്ച് പറയാണ്. ആ വ്യക്തി ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തു, പക്ഷെ അയാളുടെ ജീവിതത്തിന്റെ അവസാനം ആയപ്പോഴേക്ക് അയാൾ കുറെ തിന്മകൾ, കുറെ ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അയാൾ ചെയ്ത എല്ലാ നല്ല സൽക്കർമ്മങ്ങളെയും ക്യാൻസൽ ചെയ്തു. അതായത് അയാളുടെ സ്വന്തം തോട്ടത്തെ തന്നെ കത്തിച്ചു കളഞ്ഞ ഒരു ഉദാഹരണമാണ് ഈ ഒരു ആയത്തിൽ പറയുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക, അടുത്ത മൊമെന്റിൽ തന്നെ നമ്മൾ എന്താക്കാണ്, മോശകാര്യം ചെയ്യാണ്. അങ്ങനെ ആ നല്ല കാര്യത്തിന് നമ്മൾ ചീത്ത കാര്യം കൊണ്ട് കൊന്നു കളയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, എങ്ങനെ സൽക്കർമ്മങ്ങള് ചീത്ത കർമ്മങ്ങളെ ഇറേസ് ചെയ്ത് മായ്ച്ചു കളയുന്നോ, അതേപോലെ ചീത്ത കർമ്മങ്ങള് നല്ലതിനെയും വിഴുങ്ങിക്കളയും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ആ ഒരു പ്രതീക്ഷ മാത്രം നമ്മളടുത്ത് എപ്പോഴും ഉണ്ടാവില്ല. സൽക്കർമ്മങ്ങൾ നമ്മളെ വന്ന തെറ്റുകളെ മായ്ച്ചു കളയും. അതേപോലെ നമ്മൾ ചെയ്യുന്ന തിന്മകളെ മനഃപൂർവ്വം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുമ്പോ, കുത്തി നോവിക്കുമ്പോ, കീറി മുറിക്കുമ്പോ അത് നമ്മൾ ചെയ്ത നന്മകളെ മായ്ച്ചു കളയും. സുബ്ഹാനല്ലാഹ്, പരദൂഷണം അല്ലെ, അത് നമ്മൾ ചെയ്യുന്ന പല നന്മകളെയും ഇല്ലാതാക്കുന്നുണ്ട്. എങ്ങനെ
തീ വിറകിനെ കൺസ്യൂം ചെയ്യുന്നു അതുപോലെ കളയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതേപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചെയ്ത നന്മകൾ, നമ്മൾ ചെയ്ത സ്വതക്കകള് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ തന്നെ അത് നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. പലപ്പോഴും ഇബ്ലീസ് നമ്മളെ ഏറ്റവും കൂടുതൽ പിടികൂടുന്നത് ഈ കാര്യത്തിൽ അല്ലെ. മാഷാ അല്ലാഹ്, ആരും ഇവിടെ സൽക്കർമ്മം ചെയ്യാത്തവരായിട്ടില്ല, ആരും സദഖകൾ ചെയ്യാത്തവരായിട്ടില്ല. ഇബ്ലീസ് ആദ്യം നമ്മളെ ചെയ്യുന്നതിൽ നിന്ന് തടയാൻ നോക്കും. ഒരു പരിധി കഴിഞ്ഞാലല്ലേ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സഹായം നമുക്ക് വന്നെത്തിയാൽ, നമ്മൾ അറിവ് ശരിക്കും കിട്ടേണ്ട രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കും. ആ ഒരു കൂട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ അല്ലെ, എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൽക്കർമ്മത്തിന് വേണ്ടി ഓർമ്മിപ്പിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കും. അടുത്തത് ഇബ്ലീസ് എവിടെയാ നമ്മളെ പിടിക്കുക? സുബ്ഹാനല്ലാഹ്, നമ്മൾ ആ ചെയ്തതിനെ നശിപ്പിക്കുന്ന കാര്യത്തിൽ. പലപ്പോഴും നമ്മളൊക്കെ ഒരു പക്ഷേ ആ ഒരു അവസ്ഥയിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും അല്ലെ, സുബ്ഹാനല്ലാഹ്, അവർക്ക് വേണ്ടി എന്തെങ്കിലും, ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, വേണമെങ്കിൽ ഈ സ്വന്തമായിട്ട് ചെയ്തോ, ഞാൻ ഭയങ്കര തിരക്കാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ എന്റെ കാര്യം നോക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ എനിക്കത് ചെയ്ത് തന്നില്ലേ, എന്നിട്ട് നീ എന്താ ഇങ്ങനെ അല്ലെ. അതുപോലെയുള്ള ഒരുപാട് രീതികൾ ശരിക്കും നമ്മള് ഫാമിലി സീരീസിൽ പറയുന്നത് പോലെ നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഗ്രൗണ്ടാണ് നമ്മളുടെ വീട് അല്ലെ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന നമ്മളുടേതായ എല്ലാ ക്വാളിറ്റീസും പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യമാണ് നമ്മുടെ വീട്, നമ്മുടെ കുടുംബം. അതിനുവേണ്ട എല്ലാ പ്രതികൂല സാഹചര്യം സെറ്റാക്കി തരുന്ന ആൾക്കാരാണ് നമ്മളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും, നമ്മളുടെ ബന്ധുക്കളും, നമ്മളുടെ വീടിനകത്തുള്ളവരും. നമുക്ക് അള്ളാഹു ഏത് രീതിയിലുള്ള പരീക്ഷണമാണോ നമുക്ക് വെച്ചിട്ടുള്ളത്, ആ പരീക്ഷണത്തിലൂടെ കടന്നു പോകാനുള്ള സ്റ്റേജും അതിനു വേണ്ടിയുള്ള ഡ്രാമയിലെ ആക്ടേഴ്സുമാണ് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും. അവിടെ നിന്നൊക്കെ നമ്മൾ ലാഭം കൊയ്യുന്ന ആൾക്കാരായിരിക്കണം. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ ഇടപഴകാൻ പറ്റുമോ അത്രത്തോളമാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രിപ്പയർഡ് ആവുന്നത്. ശരിക്കും പുറത്തുള്ളവരുടെ അടുത്ത് സോഫ്റ്റ് ആയിരിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, അപ്പം വളരെയധികം കെയർഫുൾ ആയിരിക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മള് പ്രത്യേകിച്ച് മാതാപിതാക്കൾ, ഇത് ഇന്നലെ എനിക്ക് വന്ന ഒരു ചോദ്യം കൂടിയാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടി ഒരുപാട് ചെയ്യാറുണ്ട് അല്ലെ, അവർക്ക് വേണ്ടി ഒരുപാട് ചെലവഴിക്കാറുണ്ട്. പലപ്പോഴും ഇപ്പം പിതാക്കന്മാരാണെങ്കിൽ അവരുടെ മേലുള്ള ഒരു ബാധ്യതയാണ്, ഫർളായിട്ടുള്ള കാര്യമാണ് മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത്, മക്കൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കളുടെ രണ്ടുപേരുടെയും ഡ്യൂട്ടിയാണ്. അപ്പൊ നമ്മള് മന്നൻ അതാ അവരോട് ചെയ്യാമോ എന്നുള്ള ഒരു ചോദ്യം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളിത് ഒരുപാട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഇത്ര ചെയ്തിട്ടും നിനക്ക് ഇത്ര സൗകര്യം ഉണ്ടാക്കി തന്നിട്ട് നിനക്ക് ഇങ്ങനെ ആക്കിയിട്ട് നിനക്ക് അങ്ങനെ ആക്കിയിട്ട് നിന്നെ കൊണ്ടൊരു ഗുണമില്ലല്ലോ, നീ അത് ഉണ്ടാക്കുന്നില്ലല്ലോ, നീ പകരം ചെയ്യുന്നില്ലല്ലോ എന്നുള്ള. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മളുടെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തതാണ്. സുബ്ഹാനല്ലാഹ്, അവരെ നമ്മൾ അത്രത്തോളം കുത്തി നോവിക്കുന്നുണ്ടെങ്കിൽ അത്രയും നമ്മളുടെ എഫേർട്സ് ഒക്കെ വേസ്റ്റ് ആവുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മളെ മക്കളെ റിയലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അല്ലെ, അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പൈസകൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളിടുന്ന എഫേർട്ടിന്റെ ഗുണം അവർ റിയലൈസ് ചെയ്യാതെ ഇതെല്ലാം അവർ ചെയ്യേണ്ടതാണ്, ആ ഒരു രീതിയിൽ എടുക്കുന്നതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നീയത്ത് അതൊക്കെ ആയിരിക്കും, പക്ഷെ പുറത്തേക്ക് വരുന്നത് അവരെ കുത്തി നോക്കുന്ന രീതിയിലായിരിക്കും. നമ്മളെ മക്കളെ റിയലൈസ് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് ശരിക്കും അതുണ്ട്. പക്ഷെ അതിനെ ചെയ്യേണ്ട രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അവരെ നാലാളെ മുമ്പൊന്നും വിറപ്പിച്ചിട്ടും ഇടങ്ങാറാക്കിയിട്ടും അവരെ കുത്തി നോവിച്ചിട്ടും നിന്നെ ഒന്നിനും കൊള്ളൂല, നീ അങ്ങനെയല്ല നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് പല പല രീതികളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒന്നാമത് നമ്മളുടെ മാതൃക അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അങ്ങേയറ്റം നന്ദിയുള്ളവരായിട്ട് നമ്മൾ മാറുമ്പം, അതിലൂടെ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് മാറുമ്പം അവരതിനെ അനുകരിക്കും. നമ്മൾ മറ്റുള്ളവർ നമുക്ക് ചെയ്യുന്നതിന് നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്തും നമ്മൾ നന്ദി കാണിച്ചും നമ്മൾ കാണിച്ചു കൊടുക്കുമ്പം അവരതിനെ അനുകരിക്കും. എന്നിട്ട് നമ്മൾ അതിന് പറഞ്ഞും കൂടെ കൊടുക്കുക. പറയുമ്പം അവരെ കുത്തി നോവിക്കാതെ വിഷമിപ്പിക്കാതെ, ഉമ്മ പറഞ്ഞു തരുന്നത് ഇന്നതുകൊണ്ടാണ് കേട്ടോ മോളെ, ശരിക്കും ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ചെയ്തത് എടുത്തു പറയാൻ പാടില്ല, ഞങ്ങളുടെ കർമ്മങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോകും, എന്നാൽ പോലും മോളെ അല്ലെങ്കിൽ മോനെ നിന്റെ അടുത്ത് ഇത് പറഞ്ഞു തരുന്നത് നീ അതിന്റെ വാല്യൂ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അത് കഴിയുന്നതും ഒരു കുട്ടീനെ മറ്റു കുട്ടികളുടെ മുമ്പിൽ നിന്ന് പറയാതെ ഓരോ കുട്ടികളെയും മാറ്റി നിർത്തി അവരുടെ ഡിഗ്നിറ്റിനെയും അവരുടെ ഇൻഡിവിജ്വാലിറ്റിനെയും ഒക്കെ കൺസിഡർ ചെയ്ത് റെസ്പെക്റ്റോട് കൂടി അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാനുള്ള എളുപ്പവും ഉണ്ടാവും.
ഉണ്ടാവും. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും ഇത് പറയുന്നത് നീയത്ത് അവർ ഉൾക്കൊള്ളാനാണെങ്കിലും നമ്മൾ മിക്കവാറും ഇത് പറയാൻ നമുക്ക് ദേഷ്യം വരുമ്പം നമ്മളുടെ ആ ഫീറ്റ് അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അവിടെ ഈഗോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ മേലെ നമ്മുടെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അല്ലെ, ഞാൻ നിനക്ക് അത് ചെയ്തില്ല, നീ അങ്ങനെയല്ലേ, നീ ഇങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചാൽ 100% നമുക്ക് ദേഷ്യം വരുമ്പം നമുക്ക് പറഞ്ഞു പിടിച്ചു നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് അവരുടെ മേലെ അധികാരം ഉറപ്പിക്കേണ്ട സാഹചര്യങ്ങൾ, അവരിൽ നിന്ന് നമുക്ക് പകരം കിട്ടേണ്ട സാഹചര്യങ്ങളാണ് നമ്മൾ പറയുക. പകരം നല്ല ഒരു സിറ്റുവേഷനിൽ അവർ ഓരോരുത്തരെയും മാറ്റി നിർത്തിയിട്ട് പരമാവധി ഒരു കുട്ടീനെ മറ്റൊരു കുട്ടീനെ മുമ്പിൽ നിന്നിട്ട് കമ്പയർ ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് പറയാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മാറ്റി നിർത്തിയിട്ട് പറയാ, നോക്ക് ചെയ്തത് പറയുന്നത് ഉമ്മക്കും ഉപ്പാക്കും പാടില്ലാത്ത ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് മോളെ അല്ലെങ്കിൽ മോനെ. പക്ഷെ ഞങ്ങൾ ഇത് പറയുന്നത് നീ അതിന്റെ വാല്യൂ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. നിനക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അള്ളാഹിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം, മനുഷ്യന്മാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് നന്ദി കാണിക്കണം. അതേപോലെ ഉമ്മക്കും വാപ്പാക്കും സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിനക്ക് കിട്ടുന്നതിന് നീ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അവരുടെ അടുത്തും മന്നും അതയും ചെയ്യാം എന്നുള്ള നമ്മളുടെ തോന്നല് വെറുതെയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വേറെ ഏതൊരാളെയും ആവശ്യക്കാരനായിട്ട് പൈസക്കോ നമ്മളെ സഹായത്തിനോ നമ്മളിൽ നിന്ന് എന്തിനെങ്കിലും ആവശ്യക്കാരനായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒക്കെ ഉത്തമമായ ആവശ്യക്കാരായിട്ട് നമുക്ക് തന്നിട്ടുള്ള അമാനത്തായിട്ട് നമ്മളടുത്ത് തന്നിട്ടുള്ളതാണ് നമ്മളുടെ മക്കൾ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വീട്ടിൽ നിന്നാണ്. ഓക്കെ, വീട്ടിൽ നിന്നെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വീടുകളിൽ അങ്ങനെയുള്ള അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ മറ്റു ബന്ധുക്കളിലേക്കും പുറത്തുള്ള ആളുകളിലേക്കും അതിനെ വ്യാപിപ്പിക്കാൻ എളുപ്പമുണ്ടാവുള്ളൂ. നമ്മൾ വീട്ടിൽ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാതെ എപ്പോഴെങ്കിലും പുറത്ത് നാലാളടുത്ത് എന്തെങ്കിലും ഒരു ദിവസം 2 ദിവസം ചെയ്യാന്ന് വിചാരിക്കുന്നത് ശരിക്കും ശുദ്ധ കിട്ടിയിട്ടാണ്. അപ്പം കുട്ടികളുടെ അടുത്താണെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പ്രോപ്പറായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞ വ്യക്തിയെ പോലെ യൗമൽ ഖിയാമയിൽ കയ്യിലൊന്നും ഇല്ലാതെ ഒരു പ്രതിഫലവും ഇല്ലാതെ അവസാനിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷമകരമായ അവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതീവമായിട്ടുള്ള ഔദാര്യവാനാണ്. അള്ളാഹു ഒരുപാട് തരാൻ ഇഷ്ടമാണ്. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉള്ള അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ അന്ന് നഷ്ടക്കാരാവണമെങ്കിൽ നമ്മൾ അത്രയും മോശപ്പെട്ടവരായതുകൊണ്ടാണ്, നമ്മൾ അത്രയും ശിക്ഷ അർഹിക്കുന്നവരായതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കർമ്മങ്ങൾക്കൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 700 അതിനേക്കാൾ കൂടുതലോ ഇരട്ടിയാണ്. അല്ലെ, സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹ് പ്രതിഫലം പറഞ്ഞിട്ടും നമ്മൾ നഷ്ടക്കാരാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പാകിയ തോട്ടത്തിന് നമ്മൾ തന്നെ തീ വെച്ച് നശിപ്പിക്കുന്നത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ശരിയായ ഉയർന്ന ഭൂമിയിലുള്ള ഒരു മണ്ണിനെ തെരഞ്ഞെടുക്കാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാറയെ നമ്മൾ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. കുത്തിയൊലിച്ചു പോകുന്ന മണ്ണിൽ നടാൻ വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അത് അള്ളാന്റെ തെറ്റല്ല, നമ്മളെ തെറ്റാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ കാര്യമുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചോ, നല്ല കാര്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു, സുബ്ഹാനല്ലാഹ്, ഫുൾ റെഡിയായി. ഓക്കെ, ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതി. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ മനസ്സിലാവാണ് ഞാൻ ഈ വിഷയമല്ല പഠിച്ചത്, വേറൊരു വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലിയുടെ ഒരു കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് ആ ബില്ല് അടയ്ക്കാൻ, കുട്ടിന്റെ ഈ ഫീസ് അടയ്ക്കാൻ, അല്ലെങ്കിൽ അവിടെ ആ സ്ഥലത്ത് യാത്ര പോവാൻ. ഇതൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് എന്റെ കോൺട്രാക്ട് അവിടെ കമ്പനി ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ അല്ലെ? അപ്പം ഇതുപോലെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ യൗമൽ ഖിയാമയിൽ ഒരാളും സഹായത്തിന് ഇല്ലാതെ, എന്നാൽ പലരും നമ്മളിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കൈയും വെച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ചെന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥ, വീണ്ടും ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മരണം എപ്പോഴാ വരാന്ന് നമുക്ക് അറിയില്ല. അപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അത് പ്രിസർവ് ചെയ്യുക എന്നുള്ളത്. കുറേ ചെയ്ത് കൂട്ടിയിട്ട് ആ ചെയ്ത് കൂട്ടിയത് അത്രയും നശിപ്പിക്കുന്ന ആൾക്കാരാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് അത്രയും ആളുകളെ വിഷമിപ്പിച്ച് അവർക്ക് കുത്തി നോവിച്ച് അവരെ ഇൻസൾട്ട് ചെയ്ത് നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല. കുറച്ച് ചെയ്താൽ മതി, കുറച്ച് ചെയ്താൽ മതി. അള്ളാഹു പറഞ്ഞില്ലേ, അവിടെ ഒരു തൊല്ല് മതി, ഒരു ചാറ്റൽ മഴ മതി, അവിടെയും എന്താവും, അത് വളരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മൾ എന്താണ്, ആദ്യത്തെ സഫ്വാന്റെ ആൾക്കാരാണ്. കുറച്ച് മണ്ണും അതിന്റെ മുകളിലിട്ട് കുറച്ച് വിത്ത് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ മഴ വന്ന് കുത്തിയൊലിച്ച് നമ്മളെ വിത്തൊക്കെ നശിച്ചാലും നമുക്ക് യാതൊരു കുഴപ്പമില്ല. അല്ലാഹു ആക്കട്ടെ. നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്.
സുബ്ഹാനല്ലാഹ് അല്ലേ. നമ്മളെ വിത്ത് നല്ലതായിരിക്കണം, അത് നമ്മളെ നീയത്ത് നല്ലതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെടി എന്താവും, വളരും അല്ലെ. പക്ഷെ നമ്മളെ വിത്ത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ, നീയത്ത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് നമ്മൾ ഭാഗ്യം മണ്ണിനെ അല്ലെങ്കിൽ ചെടീനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകും. ഈവൻ ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും സ്വതൊക്കെ ചെയ്യുമ്പോൾ നീയത്ത് നമ്മളത് നല്ലതായിരിക്കും. അതാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സഫ്വാന്റെ മേലെ പാകുന്ന ആ ഒരു വിത്ത്. പക്ഷെ കാലാവസ്ഥ മാറുമ്പോൾ അല്ലെ, അവര് നമ്മൾ കൊടുത്ത ആളുകളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ കുത്തി ഒലിച്ച മഴയിൽ അതങ്ങോട്ട് ഒലിപ്പിച്ച് കളയും. നമ്മൾ മണ്ണും അതേയും അവിടെ കൊണ്ടുവരും. നമ്മളെ ചെടി നശിച്ചു പോകും. എന്നിട്ട് നമ്മൾ പറയില്ല, ഞാൻ നല്ല നീയത്തോടു കൂടിയാ ചെയ്തത്, ആയിക്കോട്ടെ നല്ല നീയത്തോടു കൂടി ചെയ്തോട്ടെ, പക്ഷെ എന്നാലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനും വിഷമിപ്പിക്കാനുമുള്ള അവകാശം നമുക്ക് ഇല്ല. ഇല്ല. നമ്മൾ കൊടുത്താലും ഇല്ലെങ്കിൽ, കൊടുത്താൽ പോലും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് അവകാശം മറ്റുള്ളവരെ വിഷമിപ്പിക്കാനുള്ളത് അല്ലെ. ഒരു അവകാശം നമുക്ക് അവിടെ ഇല്ല. അപ്പൊ കൺക്ലൂഷൻ, നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് നമ്മൾ കണ്ടു. പക്ഷെ ചെലവഴിക്കുമ്പോൾ നീയത്ത് നന്നാക്കണം, അള്ളാന്റെ തൃപ്തിയിലായിരിക്കണം, കറക്റ്റ് രീതിയിലായിരിക്കണം. അതിന്റെ പുറകെ മണ്ണും അതേയും വരാൻ പാടില്ല. നമ്മൾ ചെയ്ത കർമ്മങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. ഇതുവരെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ചെയ്ത കർമ്മങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്, ഗാർഡ് ചെയ്യുക എന്നുള്ളത്, നമ്മളുടെ നാവുകളെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത്. സിപ്പ് ലോക്ക് ചെയ്ത് കളയാം. താക്കോൽ അങ്ങോട്ട് എങ്ങോട്ടെങ്കിലും കളഞ്ഞേക്കാം, പിന്നെ അത് അങ്ങോട്ട് തുറക്കണ്ട ആവശ്യമില്ലാത്തത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്തേ മതിയാവൂ. കാരണം നമ്മൾ ചെയ്ത കുറച്ച് കർമ്മങ്ങൾ അവിടെ അത് വളർന്ന് 700 ഇരട്ടിയോ 70,000 ഇരട്ടിയോ ആയിട്ട് അവിടെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഈ ഒരു കാര്യത്തിൽ, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പേരിൽ, നമ്മൾ ചെയ്ത സദഖകളുടെ പേരിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരും. ആമീൻ. ഇനി അങ്ങോട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്യാനും ശ്രദ്ധയോടുകൂടി അതിനെ സംരക്ഷിക്കാനുമുള്ള തൗഫീഖ്, സഹായം റബ്ബിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവട്ടെ. നമ്മളെ കൊണ്ട് അതിനെ എന്തൊക്കെ ചെയ്യണോ, എന്തൊക്കെ അറിവുകൾ നമ്മൾ അതിന്റെ പേരിൽ നേടണോ, എന്തൊക്കെ രീതിയിൽ നമ്മൾ അതിനെ ദ്വാ ചെയ്യണോ, അതിനൊക്കെയും റബ്ബിന്റെ സഹായം നമുക്ക് ഉണ്ടാവട്ടെ. ആമീൻ. അത്തരത്തിൽ മറ്റുള്ളവർക്ക് മാതൃകകളാകുന്ന, ജീവിതം കൊണ്ട് ദാവ ചെയ്യുന്ന, കുടുംബത്തിനും ചുറ്റുപാടിലേക്കും സമൂഹത്തിനും ഒക്കെ ദാവ ചെയ്യുന്ന നല്ല മുത്തഖീങ്ങളായ, അള്ളാഹ്ക്ക് അങ്ങേയറ്റം തൃപ്തിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.